പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മുടെ സ്വർഗീയ പിതാവിനോടും കർത്താവായ യേശുവിനോടും അനേകായിരം ദൂതവൃന്ദങ്ങളോടും ഒപ്പം സ്വർഗീയ പിതാവിനെ ക്രിസ്തയേശുവിൽ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം മറ്റൊരവസരം കൂടെ നമുക്ക് നൽകുവാനായിട്ട് ഇടയായി. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ? സന്തോഷം വേണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു: ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി വരാൻ പോകുന്നു എന്ന് പറയുമ്പോ പപ്പ ബിരിയാണി കൊണ്ടുവരാൻ പോകുന്നു ഭയങ്കര സന്തോഷമാണ്. ചിലർക്കൊക്കെ അത് പറ്റത്തില്ല. KFC ഒക്കെ ഇപ്പൊ ദൈവവചനം വരാൻ പോകുന്നു എന്ന് ചിന്തിച്ച് സന്തോഷിക്കുന്ന എത്ര പേരും? നിങ്ങളുടെ സന്തോഷം ദൈവം കാണണം, ഞാനല്ല കാണുക. ഇത് വെറും മാംസഭുജമായി കാണും. ദൈവത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാ, മണ്ണുകൊണ്ടുണ്ടാക്കിയതാ. എന്നാൽ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയം കാണട്ടെ. ദൈവം നിങ്ങളുടെ ഹൃദയം കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം മനസ്സിലാക്കി ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. അതിലാണ് സന്തോഷം. സ്നേഹനിധിയായ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിൽ അതിനേക്കാൾ സന്തോഷമായി വേറൊന്നുമില്ല. ഞാൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആ സ്വരം, ഇറ്റ്സ് എ ലൈവ് കമ്മ്യൂണിക്കേഷൻ. ഒരു കൊച്ചമ്മയെ വിളിക്കാം, അമ്മേ, അപ്പൊ അമ്മ മോനെ, അമ്മേ മോനെ എന്ന് പറയുന്നത് പോലെ പപ്പ എന്ന് വിളിക്കുമ്പോ തിരിച്ചു മുത്തേ, പപ്പ മുത്തേ. ഇതാ ഇറ്റ്സ് എ ലൈവ് കമ്മ്യൂണിക്കേഷൻ. മരിച്ചിട്ട് സ്വതരായിട്ട് പോയി ജീവിക്കാനിരിക്കുകയല്ല. ഇന്നേ നമ്മളവിടെ വീണ്ടും ജനിച്ചവരാണ്. നമുക്കവിടെ ജീവിക്കുക. നമ്മുടെ പൗരത്വം അവിടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പം പറയുന്നത്, മക്കളെ, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. മറ്റൊരു പറഞ്ഞാൽ, ഇനി നീ ഉയരത്തിൽ നിന്ന് ചിന്തിപ്പിൻ. ഇനി നീ ഉയരത്തിൽ നിന്ന് ചിന്തിപ്പിൻ. ഓ ലോർഡ്, ഐ ലവ് യു. താങ്ക് യു അപ്പ. പലപ്പോഴും ഹൃദയത്തിൽ വ്യാകുലപ്പെടുന്ന ചിന്ത, എന്ന് ഈ കുഞ്ഞുങ്ങളെ ഇതേ തലത്തിൽ ചിന്തിപ്പാൻ വളർത്തിയെടുക്കുവാൻ കഴിയും? ആരുടെ ഇടയിൽ നിന്ന്? ലക്ഷക്കണക്കിന് ഉപദേശത്തിന്റെ ഇടയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ വലിച്ചൂരി എടുത്തിട്ട് വേണം കർത്താവ് ആഗ്രഹിക്കുന്ന ആ ചിന്താതലത്തിൽ ഉറപ്പിക്കാൻ. ഇന്ന് ലോകമല്ല പ്രധാന ശത്രു. ഇന്ന് മനുഷ്യരെ, കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ ഉറപ്പിക്കാതിരിക്കുവാനുള്ള പ്രധാന ശത്രു ലോകമല്ല, പിശാചല്ല, മറ്റു സന്ദേശങ്ങൾ, സിമിലർ മെസ്സേജസ്. അതുകൊണ്ട് ആഴമേറിയ സന്ദേശങ്ങളെന്നും പറഞ്ഞാലും ജനത്തിന് അങ്ങ് ഏക്കത്തില്ല. കാരണം ഈ സന്ദേശങ്ങൾ പറയുമ്പോൾ ജനത്തിന്റെ ഉടനെ ചിന്ത കേൾക്കാൻ പോണത്, അവർ ഉടനെ കമ്പയർ ചെയ്യുന്നത് അതിനു മുമ്പ് അവര് കേട്ട വേറെ സന്ദേശമായിട്ട്. ഇത് ഓട്ടോമാറ്റിക് നടക്കും നമ്മുടെ അകത്ത്. എന്തു പറ്റും? ഇരുമനസ്സാകും നമ്മൾ അസ്ഥിരമായി പോകും. അസ്ഥിരമായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് വളർച്ചയ്ക്ക് ചില രഹസ്യങ്ങളുണ്ട്. ഒന്ന്, താഴ്മയുള്ളവനാണ്. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം, തന്നെത്താൻ താഴ്ത്തണം.
ഇതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. നമ്മൾ ബലഹീനതയെ പ്രശംസിക്കാറുണ്ടോ? ഇല്ല. എന്റെ ബലഹീനത ആരും കാണാതെ ഞാനൊരു ജ്ഞാനി എന്ന്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്ന് കാണിക്കാൻ ശ്രമിക്കും. അതൊക്കെ നമ്മുടെ പരാജയത്തിന്റെ ഭാഗങ്ങൾ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. എന്റെ ജീവിതത്തില് നേരത്തെ, ഒരുപക്ഷെ ഇപ്പോഴും അല്പമായിട്ടുണ്ടാകാം, തന്നെത്താൻ ഉയർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായി. പക്ഷെ ദൈവം അതൊക്കെ ഇടിച്ച് കാണും. ദൈവത്തിന് സ്തോത്രം. എന്റെ ജീവിതത്തിൽ നേരത്തെ ധാരാളം പേരെ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. അതൊരു വെളിപ്പാട് പുസ്തകം ക്ലാസ് എടുക്കാൻ ദുബായിൽ നിന്ന് എന്നെ വിളിച്ചപ്പോ, അന്ന് ദൈവം അതിന്റെ ആദ്യത്തെ അടി എനിക്ക് തന്നു. ഞാൻ മാർക്കറ്റിൽ കിട്ടുന്ന കുറച്ച് പുസ്തകങ്ങൾ, കുറച്ച് CD ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കേട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി അത് കേൾക്കാൻ തുടങ്ങിയപ്പോ ഒന്നീ പറയണതല്ല വേറൊന്നീ പറയണം. ഓരോന്നും പറയണ കേട്ടപ്പോ എന്റെ മനസ്സ് ആകെ കൺഫ്യൂഷനായി. ഇന്ന് പല ദേവദാസന്മാരുടെയും സഹോദരങ്ങളുടെയും ഹൃദയം ഇതുപോലെ കൺഫ്യൂഷനായിട്ട് കിടക്കുക. തുടർന്ന് ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കൺഫ്യൂഷനിലൊക്കെ മാറാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലാണെന്ന് ഓർമ്മ വേണം. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നു എന്ന് ഓർമ്മ വേണം. നിങ്ങൾക്കൊരു അപ്പനുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പനൊരു സ്കൂൾ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ബ്രിട്ടീഷ് കരിക്കുലോ അല്ല, CBSE അല്ല. ദ കരിക്കുലം ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതുവരെയും സ്കൂളിൽ ചേർന്നിട്ടില്ല എങ്കിൽ ആ സ്കൂളിൽ ചേരെ. എല്ലാ കൺഫ്യൂഷനുകളും ഡേ ബൈ ഡേ ദൈവം ലിഫ്റ്റ് ചെയ്തു തരും. ആ സ്കൂള് ലോകമെന്ന അന്ധകാരത്തിലല്ല, പ്രകാശത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പ്രകാശത്തിൽ വസിപ്പിൻ, പ്രകാശത്തിൽ നടപ്പിൻ. ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. ഇന്നൊരു പ്രത്യേക വിഷയമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ സാഹചര്യങ്ങളിൽ ജനം കൺഫ്യൂഷൻ ആകുന്നതിന്റെ കാരണം അവർക്ക് ദൈവം കാണുന്ന പോലെ കാര്യങ്ങൾ കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ്. പക്ഷെ ദൈവം നമ്മളെ വിളിക്കുന്നു, മക്കളെ, പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ, ദൈവമായ എന്നെ, കർത്താവ് പറയാ, ദൈവമായ എന്നെ അനുകരിപ്പിൻ. നമ്മൾ അതിലേക്കാ യാത്ര. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശങ്ങൾ ഈ ലോകത്തിൽ സാധാരണ കേൾക്കുന്നതല്ല. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല. അതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിലും മീറ്റിങ്ങിന് വന്നിട്ടുള്ളവർക്കറിയാം, അവിടെ പറയുന്നൊരു സംഭവം, നിങ്ങൾ ഇവിടെ കേൾക്കുന്ന കാര്യം ഇടവേളയിൽ പരസ്പരം ഡിസ്കസ് ചെയ്യരുത്. കേട്ടിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്ന ധ്യാനം കൂടാൻ വരുന്നവരോട് പറയാണ്, നിങ്ങളിവിടെ കേൾക്കുന്ന കാര്യം ഇടവേളയിൽ ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയത്ത് പരസ്പരം ഡിസ്കസ് ചെയ്യരുത്. പകരം നിങ്ങൾ ബൈബിള് തുറക്കുക, മുട്ടുമടക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, വായിക്കുക. ദൈവത്തോട് അത് ഡിസ്കസ് ചെയ്യും. എന്തിനാ ഇതവിടെ പറഞ്ഞെന്നറിയാം?
അവര് കേട്ട കാര്യം ഇതുവരെ അവര് ലോകത്തിൽ കേൾക്കാത്ത കാര്യമാണ് കേട്ടത്. അവരതിന് കേട്ടതിന് ശേഷം ഈ കേട്ട വ്യക്തികൾ, ഈ അറിവില്ലാത്ത വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവര് തൊമ്മച്ചനോട് കേട്ടതും ഇവര് അഞ്ഞമ്മേനോട് കേട്ടതുമാണ് ഇവരെ പറയണത്, രണ്ടും കൂടി കലർത്തി. ഉടനെ ദൈവിക സന്ദേശത്തോടു കൂടെ വേറൊന്ന് കയറി രണ്ടും കൂടെ കലർന്നു. ആകെ ഇപ്പോ കൺഫ്യൂഷനായി, ഇരുമനസ്സായി. പകരം നിങ്ങളുടെ ഉൾത്തലത്തിൽ നിന്ന് കേൾക്ക്, അകത്തുനിന്ന് കേൾക്ക്, ആത്മാവിൽ നിന്ന് കേൾക്ക്. അപ്പോൾ നിങ്ങൾ സകലത്തെയും വിവേചിക്കുന്ന ദൈവപുത്രനായി വെളിപ്പെടാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ ലോക സിസ്റ്റം നിങ്ങളെ വലിച്ചു താഴെയിട്ടടിക്കും. വായിച്ചാട്ടെ, 1 Corinthians chapter 2 verse 13 onwards, 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ട സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. ദിസ് ഈസ് അവർ തേർഡ് റൗണ്ട് ബാറ്റിൽ. ഈ തേർഡ് റൗണ്ട് ബാറ്റിൽ ജയിക്കണമെങ്കിൽ ദൈവത്തിന് ജനിച്ചത് വേണം. കൺഫ്യൂഷനും കൊണ്ട് ജയിക്കാൻ പറ്റില്ല. വായിക്കാൻ. അതു ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ഹല്ലേലൂയ. ട്രാൻസ്ലേഷൻ തെറ്റുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചത്. ഇതില് ഏറ്റവും അവസാനത്തിൽ നിന്ന് ആദ്യം തുടങ്ങി. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടി ട്രാൻസ്ലേഷൻ കറക്റ്റ് ചെയ്യാം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് കർത്താവിനെ നമ്മൾ പഠിപ്പിക്കാനൊന്നും പോകണ്ട. പകരം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആർക്കാണ് കർത്താവിന്റെ മനസ്സ് ഉള്ളത്? കർത്താവിന് നമ്മളെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പൊ കർത്താവ് നമ്മളെ ഉപദേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആരുടെ മനസ്സ് വേണം? കർത്താവിന്റെ മനസ്സ് വേണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, ഫോർ ഹു ഹാസ് നോൺ ദ മൈൻഡ് ഓഫ് ദ ലോർഡ്. ആർക്കാണ് കർത്താവിന്റെ മനസ്സ് അറിയാവുന്നത്, കർത്താവിന്റെ ചിന്ത അറിയാവുന്നത്? ദാറ്റ് ഹി മേ ഇൻസ്ട്രക്ട് ഹിം. കർത്താവ് അവനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പോ കർത്താവിന്റെ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് ഉപദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതുകൊണ്ടാണ് പറയുന്നത്, ഈ ചിന്തയോട് കൂടെ വേറെ ചിന്തകൾ മിക്സ് ചെയ്യരുത്. ഞാൻ എന്റെ ആത്മീയ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അന്യ ഉപദേശങ്ങൾ, പ്രസംഗങ്ങൾ, അത് എത്ര മനോഹരമായ ഹെഡിങ്ങോട് കൂടെ ആണെങ്കിലും അത് അൺഹെൽത്തി ഫുഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വൺസ് ഞാൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിലേക്ക് മൈൻഡ് പോലും ചെയ്യില്ല. കാരണം സകല ജാഗ്രതയോടും കൂടെ ഞാൻ സൂക്ഷിക്കുന്നത് എന്റെ ഹൃദയത്തെയാണ്. സകല ജാഗ്രതയോടും കൂടി ഞാൻ ഹൃദയത്തെ സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമാ. കാരണം ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്, ജീവിതത്തിലുള്ള സകലത്തിന്റെ ഉത്ഭവം അവിടെ നിന്നാവും. നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകണമെന്നില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വയറിനെ സൂക്ഷിക്കും, അല്ലേ? അനാവശ്യ ഫുഡ് വയറ്റിലേക്ക് അല്ലാതെ സൂക്ഷിക്കും. വയറെന്ന് പറയുന്നത് ഒരു തലസ്ഥാന നഗരിയാണ്. എന്തിന്റെ തലസ്ഥാന നഗരി? നമ്മുടെ ശരീരത്തിന്റെ തലസ്ഥാന നഗരിയാണ് വയറ്. വയറ്റിലേക്ക് എന്തിട്ട് കൊടുത്താലും അവിടെ നിന്നുള്ള കാര്യങ്ങൾ അത് ദഹിപ്പിച്ച്
അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ മറ്റൊരു തലസ്ഥാന നഗരിയാണ് ഹൃദയം. ഈ ഹൃദയമല്ല, ഇത് മൈൻഡ്, അതുമായി ബന്ധപ്പെട്ട ഹൃദയം. ഇത് തലസ്ഥാന നഗരിയാണ്. ഈ തലസ്ഥാന നഗരിയിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ ഉത്ഭവിക്കുന്നത്, ദി ഇഷ്യൂസ് ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് പറഞ്ഞത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. അതാണ് ലീഡർ. ലീഡറിനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീണു. ആ ലീഡറിന്റെ കീഴിൽ എല്ലാവരും വീണു. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നാം കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത് നാം ആരെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണം. കൺഫ്യൂഷനിലേക്ക് പോകരുത്. നമ്മളൊരു യാത്രയിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആരുടെ മനസ്സുണ്ടാകണം? ദൈവത്തിന്റെ മനസ്സുണ്ടാകണം. ഇതവിടെ പറയുന്നത് ദൈവത്തിന്റെ മനസ്സുണ്ടാകണം. ഈ പിതാവിന്റെ മനസ്സ് ആർക്കുണ്ടായിരുന്നു? ക്രിസ്തുവിനുണ്ടായിരുന്നു. ആ ക്രിസ്തുവിന്റെ മനസ്സ് ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. അപ്പൊ ദൈവം കാണുന്നത് പോലെ നാം കാര്യങ്ങൾ കാണണം. പക്ഷെ ഇത് ആർക്ക് പറ്റില്ല? മനുഷ്യർക്ക് പറ്റില്ല. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ 14 വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. മീൻസ് ആൻ ഓർഡിനറി പേഴ്സൺ, he cannot digest the counsel of God. അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതായാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആത്മീകൻ, അതായത് ദൈവപുത്രന്മാർ അങ്ങനെയല്ല. ദൈവപുത്രന്മാരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാരും വിവേചിക്കപ്പെടുന്നതുമില്ല. ഒരു ആത്മീകൻ, ഒരു ദൈവപുത്രൻ, പ്രിയ കുഞ്ഞെ നീ ഒരു ദൈവപുത്രനാണോ? ദൈവത്തിന് വചനം പറയുന്നു അവൻ സകലത്തെയും വിവേചിക്കുന്നു. കാരണം അവന് ദൈവത്തിന്റെ മനസ്സുണ്ട്. ദൈവം കാണുന്നത് പോലെയാണ് അവൻ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ഉണ്ടല്ലോ, അത് മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വാക്കുകളല്ല, അത് ബുദ്ധി കൊണ്ട് അത് പഠിച്ച് ഇത് പഠിച്ച് പറയുന്ന പരിപാടിയല്ല ഇത്. ഇത് ഞങ്ങൾ അകത്തുനിന്ന് കേട്ടിട്ട് പുറത്തേക്ക് പറയുകയാണ്. ബുദ്ധി കൊണ്ട് പഠിച്ചു പറയുന്ന പരിപാടിയല്ല ഇത്. ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളെ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് എല്ലാവർക്കും അല്ല, ആത്മികന്മാർക്ക് ആത്മീകമായിട്ട് തെളിയിക്കുന്നു. നമ്മളുടെ കാറ്റഗറിയിൽ ഏതാണ് നമ്മൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുക. ഇതിൽ ഏത് കാറ്റഗറിയിലാണ്? അപ്പൊ ഞാന് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ശ്രമത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാ, ഇതേപോലെ ഒന്ന് ജീവിക്കാൻ പഠിപ്പിക്കാൻ. എന്നിട്ട് ഇത് കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇത് വെച്ച് ഡിസ്കസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഇതുകൊണ്ട് മുട്ടുമടക്കണം. കാരണം ഇത് തന്ന ദൈവത്തോട് ഡിസ്കസ് ചെയ്യുക, അകത്തുനിന്ന് കേൾക്കുക. അത് നിങ്ങളെ വർദ്ധിപ്പിക്കും. പുറത്തുനിന്ന് കേട്ടാൽ അത് നിങ്ങളുടെ ബേബിയെ അബോട്ട് ചെയ്യും. ബേബിയെ അബോട്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു പേരാണ് വിശ്വാസത്യാഗം. അതുകൊണ്ട് ഈ വചനം എന്ന സീഡിനാൽ നിങ്ങൾ പ്രഗ്നന്റ് ആയാൽ, ഒരു ബുദ്ധിയുള്ള സ്ത്രീയെ താൻ പ്രഗ്നന്റ് ആയാൽ എങ്ങനെ താൻ തന്നെ തന്നെ സൂക്ഷിച്ച് നടക്കുന്നുവോ എന്നതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അല്ല എങ്കിൽ അത് പൂർണ്ണ വളർച്ചയെത്തി അതിന്റെ ഫലം ഫ്രൂട്ട് തരികയില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, നാം കർത്താവിന്റെ മനസ്സുള്ളവരായിരിക്കണം. നാം ആത്മീയരാണ് എങ്കിൽ, ദേവപുത്രന്മാരാണ് എങ്കിൽ നാം സകലത്തെയും വിവേചിക്കും. നേരത്തെ കേട്ടില്ലേ, കർത്താവ് ചോദിക്കുന്നു, കപടഭക്തരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാലത്തെ വിവേചിക്കാൻ കഴിയുന്നില്ല? എന്നാൽ ഒരു ആത്മീകൻ അതിനേക്കാളെല്ലാം ഉപരിയായി അവൻ മനുഷ്യന്റെ ചിന്തകളെ, ആത്മലോകത്തിലെ ചിന്തകളെ അവൻ വിവേചിക്കും. കാരണം
അവൻ നോക്കുന്നത് അവന്റെ അപ്പന്റെ മാറിൽ ഇരുന്നു കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ സ്ഥലം എന്ന് പറയുന്നത് പിതാവിന്റെ മാറാണ്. എന്നാൽ ഓരോ ദൈവ പൈതലിന്റെയും സ്ഥലം എന്ന് പറയുന്നത് യേശുവിന്റെ ഉള്ളിലാണ്. അങ്ങനെ ആ വ്യക്തി പിതാവിന്റെ മാറിന് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവനെ കാണുവാൻ കഴിയും മനുഷ്യന്റെ ചിന്തയും പിശാചിന്റെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും. അപ്പൊ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഇതുമായുള്ള ബന്ധത്തിൽ ഒരല്പമായി വളരെ ആഴമുള്ള വിഷയമാണ്. എങ്കിലും അതിൽ പരിചയമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകില്ല. കാരണം ഒരു പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ദൈവം ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് താഴ്മയുള്ളവരായിരിക്കുക. ഈ കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കി തരും. ലോർഡ്, ഐ ലവ് യു. അതിനുശേഷം ദൈവത്തോട് പറയണം, കർത്താവ് ഇതിന് ജീവിപ്പാൻ എനിക്ക് കൃപ തരണം. ദൈവം അതിനായി സഹായിക്കും. ഒരു ലൈവ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ലോർഡ്, ഐ ലവ് യു. സകലത്തെയും വിവേചിക്കുന്ന ആത്മീകൻ. ഓ ലോർഡ്, ഐ ലവ് യു. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്നത്തെ ലോക സാഹചര്യം ദൈവത്തിന്റെ വീക്ഷണത്തിൽ നാം ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ഒരു ആത്മീയനോ സകലത്തെയും വിവേചിക്കും. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പലതിലും കൺഫ്യൂഷൻ ആയിത്തീരും. നിങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ, ഇന്നത്തെ ലോക സാഹചര്യം ദൈവത്തിന്റെ വീക്ഷണത്തിൽ. ദൈവത്തിന്റെ വീക്ഷണത്തിൽ ഈ ലോക സാഹചര്യം എങ്ങനെയാണ്? ദ വേൾഡ് സിറ്റുവേഷൻ ടുഡേ ഈസ് ഫ്രം ഗോഡ് സ്റ്റാൻഡ് പോയിന്റ്. ദൈവത്തിന്റെ വീക്ഷണത്തിൽ ഇത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വീക്ഷണം തന്നെയാണ് ദൈവ മക്കളുടെയും വീക്ഷണം. അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല എങ്കിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ അനുകരിപ്പാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ നേരെ അധികം മുഖവരെയൊന്നും ഇല്ലാതെ ദൈവത്തിന്റെ മക്കളുടെ ജീവിത രീതിയിലേക്ക് കടക്കുകയാണ്. കുറെ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിലും ഈ കൊച്ചു സമയം കൊണ്ട് അതൊന്നും പഠിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ആ ദൈവം അനുവദിക്കുന്ന തേഴ്സ്ഡേ ബൈബിൾ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ വീക്ഷണത്തിലൂടെ കാര്യങ്ങളെ കാണുവാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിപ്പാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ മനസ്സുള്ളവർ നാം ആയിരിക്കാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ ഈ ലോകത്തെ ഒന്ന് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ വേറെ ബൂട്ട്സുകളിലേക്ക് ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ 3 ടൈപ്പ് ചിന്തകളെ ഒരാത്മീകൻ തന്റെ ജീവിതത്തിൽ സെപ്പറേറ്റ് ചെയ്യും. അത് ഒന്ന് മനുഷ്യന്റെ ജ്ഞാനമാണ്, മറ്റൊന്ന് ദൂതന്മാരുടെ ജ്ഞാനമാണ്, വേറൊന്ന് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്.
തേർഡ് റൗണ്ടിൽ ജയിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് കോറിന്ത്യർ 2-6-7 വാക്യങ്ങൾ വായിച്ചു. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോ ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ പറയേണ്ട ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ ചിന്തകളാണ്. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ഇരിക്കട്ടെ ദൈവത്തിന്റെ വചനം പറയും. അയാളുടെ കുറെ പെപ്ടോക്കുകൾ പറഞ്ഞ്, കുറച്ച് സ്തുതിക്കെന്നും പറഞ്ഞ് ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നും പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുന്ന പദ്ധതിയല്ല ഇത്. ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറുവാൻ ആ ചിന്തകൾ ജനത്തോട് പറഞ്ഞ് അതിൽ ജീവിപ്പാൻ അവരെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ ഇവിടെ ചിന്തകളെ, മറ്റേതിൽ പറഞ്ഞാൽ ജ്ഞാനത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരാത്മീകനോ സകലത്തെയും വിവേചിക്കും. ഇദ്ദേഹം പറയുകയാണ്, സാധാരണക്കാരുടെ ഇടയിൽ ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയുന്നതിനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിന്റെ 6-ാം വാക്യം, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ അങ്ങനെയല്ല, ഞങ്ങൾ ജ്ഞാനം സംസാരിക്കും. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരാ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് സീക്രട്ട് ആയിരുന്നു, അത് മർമ്മമായിരുന്നു. എന്നാൽ അത് ഇതിപ്പോ ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക സാഹചര്യത്തിൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വ്യൂ എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാണേണ്ടതെന്ന് കാണിച്ചു തരികയാണ്. കാരണം നിങ്ങൾ വീണു പോകാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. കൺഫ്യൂഷനിലേക്ക് എത്തിപ്പെട്ടു പോകാതിരിക്കാനാണ് അറിയിക്കുന്നത്. നിങ്ങൾ കൺഫ്യൂഷനിലായാൽ പിന്നെ നിങ്ങളെ കൊണ്ട് കാര്യമില്ല, നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ലാത്തതായി. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. അവർക്ക് ഫ്രൂട്ട്, ഫലം പുറത്തേക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല. അപ്പോ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള തലമാണ് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന 3 ജ്ഞാനം, അത് 3 ലോകത്തിന്റെ ജ്ഞാനമാണ്. 1 ഈ ലോകത്തിന്റെ ജ്ഞാനം, അത് മനുഷ്യരുടെ ജ്ഞാനം. 2 ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, അത് ദൂതന്മാരുടെ ജ്ഞാനമാണ്, പിശാചുക്കളുടെ ജ്ഞാനം. 3 ദൈവത്തിന്റെ ജ്ഞാനം. ഇപ്പൊ 3 ലെവലുകളായിട്ട് നിങ്ങൾക്ക് കാണാം. 3 ലെവൽസ് ഓഫ് വിസ്ഡം എന്ന മെസ്സേജ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കിടക്കുന്നുണ്ടാകുമായിരിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങളത് കേട്ടാട്ടെ, മനസ്സിലാക്കിയ. അല്ലെങ്കിൽ ഇതെല്ലാം ബൈബിൾ കോളേജിലെ സിലബസിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അതുകൂടെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ 3 ലെവൽ, 3 ലെവൽസ് ഓഫ് വിസ്ഡം, ഇത് 3 നിലയുള്ള ഒരു തലമാണ്. നിങ്ങൾ ചിന്തിക്കുക, 3 നില. ആദ്യത്തെ നില മനുഷ്യന്റെ ജ്ഞാനമാണ്. മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ മുകളിലുള്ള ദൂതന്മാരുടെ ജ്ഞാനമോ പിശാചുക്കളുടെ ജ്ഞാനമോ അതിന്റെ മുകളിലുള്ള ദൈവത്തിന്റെ ജ്ഞാനമോ മനസ്സിലാക്കാൻ കഴിയത്തില്ല. മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജ്ഞാനത്തിന്റെ ടോപ്പ് ലെവലിലെത്താം. എന്നാൽ അതിന്റെ മുകളിൽ നിങ്ങൾ 2-ാം നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ 2-ാം നിലയുടെ ബാൽക്കണിയും താഴേക്ക് നോക്കിയാൽ താഴത്തെ നിലയുടെ ബാൽക്കണിയും കാണാം, താഴെയും കാണാം. താഴത്തെ നില കാണാൻ കഴിയും. എന്നാൽ ആ 2-ാം നിലക്കാരന് 3-ാം നിലയിൽ നിൽക്കുന്ന കാണാൻ കഴിയില്ല. എന്നാൽ 3-ാം നിലയിൽ നിൽക്കുന്നവര് 3-ാം നിലയും കാണാം, 2-ാം നിലയും കാണാം, ആ ഗ്രൗണ്ട് ഫ്ലോറിന്റെ 1-ാം നിലയും കാണാം. ഒരു പ്രാകൃത മനുഷ്യൻ, ഒരു നാച്ചുറൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്.
എന്നാൽ വീണ്ടും ജനിച്ച സ്വർഗീയ പൗരത്വമുള്ള ദൈവപുത്രൻ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലല്ല, 3-ാം നിലയിലാണ്. അവന്റെ അപ്പനായ ദൈവത്തോടു കൂടെയാണ്. അപ്പം വിളിക്കുകയാണ്, ആകയാൽ വരുവിൻ മക്കളെ, ആകയാൽ നിങ്ങൾ പ്രിയ കുഞ്ഞുങ്ങൾ എന്നതുപോലെ എന്നെ അനുകരിപ്പീൻ. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഇനിയും ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതല്ല, 3-ാം നിലയിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. 3-ാം നിലയിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നീ 2-ാം നിലയിലുള്ളതും കാണും, 1-ാം നില ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതും കാണും. അപ്പോൾ കുഞ്ഞെ, നീ പോലും അറിയാതെ ഒരു ആത്മീയനായി നീ സകലത്തെ വിഭജിക്കാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷൻ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മൾ ചിത്രത്തിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് സഹായമായി തീരും. Oh Lord, I love you. I thank you, Appa. I thank you. സ്നേഹനിധിയായ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി അപ്പ, നന്ദി. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ? Oh Lord, I love you. ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ, ഒരു ഫുൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? Oh Father, I love you. Jesus, I love you. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ദൈവത്തിന് അറിയാനുള്ള താല്പര്യം ഉള്ളവരൊന്ന് കരങ്ങൾ എടുത്ത് കാണിച്ചു. സ്തോത്രം. കാരണം പലപ്പോഴും മനസ്സിനൊരു വിഷമമുണ്ടാകും. അപ്പോഴും ദൈവത്തോട് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ചിന്ത, സ്നേഹനിധിയായ ഒരു പിതാവ് ഉണ്ടല്ലോ, ആ പിതാവിന് മക്കൾക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടതുകൊണ്ടല്ലേ, അതുകൊണ്ട് ചെയ്യാം. Lord, I love you. Oh Lord, I love you. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, അതാണ് വിസ്ഡം ഓഫ് മെൻ, മനുഷ്യന്റെ ജ്ഞാനം. അതാണ് ലോവർ വിസ്ഡം. ഈ ലോകത്തിന്റെ ജ്ഞാനം, താഴ്ത്തത്തെ ജ്ഞാനം. 2, ഇതാ വിസ്ഡം ഓഫ് ഏഞ്ചൽസ്, ഡെവിൾ, പിശാചിന്റെ ദൂതന്മാരുടെ ജ്ഞാനം. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ബൈബിൾ കോളേജിന്റെ സിലബസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഇവിടെ പോകുന്നില്ല, സമയമില്ലാത്തത്. ഓക്കെ, അതാണ് ഹയർ വിസ്ഡം, ഉയർന്ന ജ്ഞാനം. ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, നിന്റെ യജമാനായ ദാവീദോ ഒരു ദൈവദൂതന് തക്കവണ്ണം ജ്ഞാനമുള്ളവൻ അത്രേ. ഇതാ അത് ഹയർ വിസ്ഡം, ഉയർന്ന ജ്ഞാനം. പിശാചിന്റെ ജ്ഞാനം, ദൂതന്റെ ജ്ഞാനം. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നിന്നെ മറച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു രഹസ്യവുമില്ല. പിശാചിനോട് പറയുക, നമ്മളെടുത്ത് വായിക്കുന്നില്ല. ഇനി അതിന്റെയും മുകളിലുള്ള ജ്ഞാനമാണ് ഒരു ദൈവ പൈതൽ സംസാരിക്കേണ്ടത്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മളെ തന്നെ ചോദന ചെയ്യും. അവിടെ പറയാണ്, ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ദൈവം ലോക സൃഷ്ടിക്കുമ്പോൾ മുൻ നിയമിച്ചതും, എന്തിനു വേണ്ടി? നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, പിന്നെ പബ്ലിഷ് ചെയ്ത ജ്ഞാനമല്ല, മറഞ്ഞിരിക്കുന്നതിനുമായ ജ്ഞാനം മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നത്. ദാറ്റ്സ് ഹൈയസ്റ്റ് വിസ്ഡം. ഇതാണ് ഒരു ദൈവപൈതൽ സംസാരിക്കേണ്ടത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ജ്ഞാനം, മനുഷ്യന്റെ ജ്ഞാനം. അതിലാണ് നമ്മുടെ ഈ ലോകത്തിലെ എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഇതാ ഈ ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉയർന്ന ജ്ഞാനമാണ് ദൂതന്മാരുടെ ജ്ഞാനം.
എന്നാൽ അതിനേക്കാൾ ഉയർന്ന ജ്ഞാനമാണ് ദൈവത്തിന്റെ ജ്ഞാനം, സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ ജ്ഞാനം. ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ ജ്ഞാനത്തിൽ പ്രവർത്തിക്കാനാണ്. അതിലെ വാക്യങ്ങളൊന്നും നമ്മളിപ്പോ തൽക്കാലം എടുക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനല്ല. പകരം ഇന്നത്തെ ലോക സാഹചര്യം ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ എങ്ങനെ കാണണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടിയാണ് അതൊക്കെ ബൈപ്പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ഇന്ന് ലോകം മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും, അല്ലെ? രോഗത്തിന്റെ പിടിയിൽപ്പെട്ട മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ലോകം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പക്ഷെ ഇതിനൊക്കെ നടുവിൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ അവൻ വളരെ സമാധാനത്തോടുകൂടെ അവന്റെ സൃഷ്ടാവോട് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ തന്നെ ദൈവഹിതം ലോകത്ത് നിറവേറുവാൻ വേണ്ടി ആ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തന്റെ സഹോദര വർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ വ്യക്തിക്ക് പാനിക് ആകേണ്ട ഒരാവശ്യവുമില്ല. കാരണം ആ വ്യക്തി ദൈവത്തോടു കൂടിയാണ് വസിക്കുന്നത്, വെളിച്ചത്തിലാണ് വസിക്കുന്നത്. ആ വ്യക്തി ഒരിക്കലും തോൽക്കുകയില്ല. ആ വ്യക്തിയെ തോക്കാൻ ആ വ്യക്തിയുടെ അപ്പൻ അനുവദിക്കുകയില്ല. കാരണം നമ്മുടെ ശരീരം രോമം താഴെ വീഴണമെങ്കിൽ ആ രോമം പോലും ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. ദൈവം അറിഞ്ഞേ കഴിയൂ. ഞാനോ നിങ്ങളോ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടിട്ടല്ല ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ദൈവത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയെങ്കിൽ അതിനെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും ദൈവത്തിനറിയാം. നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. വ്യാകുലപ്പെടുന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി ആയെന്ന്. പലപ്പോഴും ദൈവത്തെക്കാൾ വലിയ ബുദ്ധിമാന്മാരാകുവാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ സ്വയത്തിൽ നിന്ന് ഉത്ഭവിപ്പാൻ തക്കവണ്ണം, സ്വന്തം മഹത്വം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കാര്യങ്ങളെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, എപ്പോൾ നാം നമ്മുടെ സ്വയത്തിലേക്കോ ഫ്ലഷിലേക്കോ തിരിയുമ്പോഴാണ് വിഷയങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെയുള്ളവരെ അനുഗമിക്കാൻ പോകുമ്പോഴാണ് വിഷയങ്ങൾ കടന്നു വരുന്നത്. ഇതാ ഇന്ന് ലോകം മുഴുവൻ ഒരു ഡിസാസ്റ്റർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ചിന്ത എന്താണെന്ന് ഒരു ദൈവവേദന മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അതിന്റെ മുകളിലുള്ള പിശാചിന്റെ ചിന്ത എന്താണെന്ന് ഒരു ദൈവവേദന മനസ്സിലാക്കണം. അതിനേക്കാൾ ഉപരി ഇവിടെയെല്ലാം ദൈവം എന്ത് ചിന്തിക്കുന്നു എന്ന് ദൈവവേദന മനസ്സിലാക്കണം. ഒരു സമയത്ത് ആ വ്യക്തി 3 വീക്ഷണങ്ങളെ കാണും തന്റെ മനസ്സിൽ അല്ലെങ്കിൽ തന്റെ ഹൃദയം. 3 കാര്യങ്ങളാണ് കാണുന്നത്. ഇതേപോലെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയണം. നേരത്തെ ഇതുമായുള്ള ബന്ധം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം, അത് ലോവർ ജ്ഞാനത്തിൽ, മനുഷ്യന്റെ ജ്ഞാനത്തിൽ യഹൂദന്മാർ പറയുന്നു ഞങ്ങളാണ് യേശുവിനെ കൊന്നത്, ആ രക്തം ഞങ്ങളുടെ പേര് ഞങ്ങളുടെ തലമുറ മേൽ വീഴട്ടെ. അതാണ് ലോകത്തിന്റെ ജ്ഞാനം. എന്നാൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം അതല്ല. അവര് പറയുന്നത് പിശാചുക്കളുടെ ജ്ഞാനം. അവര് പറയുന്നത് യേശുവാണ് അവകാശി. പുത്രനെ കണ്ടിട്ടോ അവർ പറയുകയാണ് ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. അപ്പോ ഈ 2 കൂട്ടരിൽ ആര് പറയണാണ് ശരി? കൊന്നത് ആരാണ് യേശുവിനെ? പിശാചും കൂട്ടരുമാണോ അതോ യഹൂദന്മാരാണോ? യഹൂദന്മാർ ജാതികളുടെ കയ്യിലേൽപ്പിച്ച് കൊന്നുകളഞ്ഞു. ഏതാണ് ശരി? അതിന്റെ അപ്പുറത്ത് ദൈവം പറയുന്നു ദൈവമാണ് കൊന്നത്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് മനസ്സുണ്ടായി. അവന്റെ പ്രാണ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. അപ്പൊ നിങ്ങളിൽ ഏത് വിശ്വസിക്കും? യഹോവയാണോ തകർത്ത് കളഞ്ഞത്?
പിശാചാണോ തകർത്ത് കളഞ്ഞത്? യഹൂദന്മാരാണോ തകർത്ത് കളഞ്ഞത്? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും യഹൂദന്മാരാണ് കൊന്നതെന്ന്. എന്നാൽ അതിന്റെ പുറകിൽ ആരായിരുന്നു? പിശാചും കൂട്ടരുമായിരുന്നു. എന്നാൽ അതിനെ അനുവദിച്ചു കൊടുത്തത് ആരാണ്? ദൈവമാണ്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തിനാണ്? ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന്. അവന്റെ പ്രാണൻ അകൃത്യാക മാറ്റുന്ന സന്തതിയെ കാണും. ഇതേപോലെ ഓരോ കാര്യത്തിനും ഉണ്ട്. ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ കണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ചിന്ത എന്താണെന്നറിഞ്ഞ് അതിനോട് അലൈൻ ചെയ്യപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഇവിടെ ഒന്നും ആരും പാനിക് ആകേണ്ട ആവശ്യമില്ല. പകരം ഇതിലൂടെ ദൈവം തരുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിലകൊള്ളുക. നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുക. തുടർന്ന് നമ്മുടെ ഹൃദയം ഉറച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനത്തെ ഉറപ്പിക്കുക. പക്ഷെ എപ്പോഴും ലക്ഷ്യം നോക്കി ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞു പോകണം. ഇനി ഈ ലോകം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അവരെന്താണ് പറയുന്നത്? ഗ്രേറ്റ് ഡിസാസ്റ്റർ, വളരെ വലിയ ദുരന്തം. അവരന്വേഷിക്കുന്നത് എന്താണ്? അവരന്വേഷിക്കുന്നത് ഞങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾക്ക് എവിടെ നിന്ന് മരുന്ന് കിട്ടും, ഞങ്ങൾക്ക് എവിടെ നിന്ന് ഓക്സിജൻ കിട്ടും, ഞങ്ങൾക്ക് ആര് കിറ്റ് കൊണ്ടുതരും. ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ അവർക്ക് കഴിയത്തില്ല. ഞങ്ങൾ എങ്ങനെ രോഗിയാകാതിരിക്കും? അതിനുള്ള വഴികൾ അവർ പല എറർ ആൻഡ് ട്രയൽ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌണിലൂടെയും പല പല നിയമങ്ങളിലൂടെയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിയാവുന്ന അവർ ചെയ്യട്ടെ. ഒരു പാനിക്കായിട്ട് ഓടുകയാണ്. അവരുടെ ചിന്ത മാർക്കോ ദ ബീസ്റ്റ് ഒന്നുമല്ല. അവരുടെ ചിന്ത എങ്ങനെ അവരുടെ ജില്ലയെ, അവരുടെ സ്റ്റേറ്റിനെ, അവരുടെ രാജ്യത്തെ എങ്ങനെ ഈ ശരീരങ്ങളെ രക്ഷിക്കാൻ പറ്റും, ജഡത്തെ രക്ഷിക്കാൻ പറ്റും. അവർ ജഡമായുള്ള ബന്ധത്തിൽ അവർ ചിന്തിക്കുന്നത് നന്മയാണ്. ഇത് നമ്മൾ കാണണം. പക്ഷേ ആ കാഴ്ച കൊണ്ട് നമ്മൾ അവസാനിക്കരുത്. അവർ ജഡത്തെ ഫോക്കസ് ചെയ്താണ് കാര്യങ്ങളെ ചെയ്യുന്നത്. ഈ നാളുകളിൽ പലരും അന്ത്യകാല ഒരുക്കത്തിന് ചെയ്യുന്ന ജഡത്തെ ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. ദാറ്റ്സ് റോങ്. ജഡത്തിൽ ഒരുങ്ങണം, പക്ഷേ ജഡത്തെ ഫോക്കസ് ചെയ്തല്ല ഒരുങ്ങേണ്ടത്, ദേഹിയെ ഫോക്കസ് ചെയ്താണ് ഒരുങ്ങേണ്ടത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു സമയത്ത് പറഞ്ഞു തരാം. ഇനി ഞങ്ങൾ സംസാരിക്കുന്നത് ഈ മനുഷ്യന്റെ ജ്ഞാനമല്ല. പക്ഷെ ഇന്ന് പലപ്പോഴും അതിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ജനം കൺഫ്യൂഷനിലേക്ക് പോകുന്നു. കാരണം അവർക്ക് ഒരാളെ മാത്രം അല്ലെങ്കിൽ ദൈവത്തെ മാത്രം കേട്ടാൽ പോരാ, പലരെയും കേൾക്കണം. അപ്പോൾ ഈ അനുഭവം ഉണ്ടായേ പറ്റൂ. ശ്രദ്ധിക്കുക. ഇനി ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം എന്താണ്? യേശുവിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു ഇവനാണ് അവകാശി, ഇവനാണ് പുത്രൻ, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. എന്നാൽ ഈ സിറ്റുവേഷനിൽ എന്താണ് പിശാചിന്റെ ലക്ഷ്യം? ഈ സിറ്റുവേഷൻ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെപ്പറേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ്. ദൈവത്തിന് ജനങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക.
ജനങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക. അതെങ്ങനെ? ഇങ്ങനെ ജഡം വലിച്ചു മാറ്റിയാണ്? അല്ല, ജഡമല്ല, മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന് വലിച്ചു മാറ്റുന്നു. അവരെ അറിയില്ല, മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന് വലിച്ചു മാറ്റുന്നു. അതിന്റെ മറ്റൊരു പേരാണ് വിശ്വാസ ത്യാഗം അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നു. ഹൃദയത്തിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളുടെ മക്കൾ ഈ ഈശ്വരുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രേയറിന് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ അകത്ത് വിശ്വാസ ത്യാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓ പപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മമ്മി നോക്കുമ്പോ എന്റെ വിൻഡോ കണ്ടില്ലെങ്കിൽ, പക്ഷേ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടാകണമെന്നില്ല ഹൃദയത്തിൽ. അകത്ത് വിശ്വാസത്യാഗം സംഭവിച്ചു കഴിഞ്ഞു. അതെങ്ങനെ സംഭവിക്കുന്നു? പ്രിയ സഹോദരങ്ങളെ, ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോ ദൈവവുമായിട്ടുള്ള ബന്ധം ജനത്തിന് കടന്നു വന്നിരിക്കുന്ന, യോഹന്നാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂടെ എന്നുള്ള ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടൊന്നുമല്ല. അവരുടെ അടുക്കലുള്ള ഏതോ ദൈവദാസനിലൂടെയാണ് അവർക്ക് ഈ ദൈവമായിട്ടുള്ള ബന്ധം. ദൈവദാസൻ സ്തുതിക്കാൻ പറഞ്ഞാൽ അവർ സ്തുതിക്കും, ദൈവദാസൻ ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ അവർ ഹല്ലേലൂയ പറയും. അല്ലാതെ അവർ ക്രിസ്തുവിലൂടെ പിതാവിനോട് അടുത്തിട്ടൊന്നുമില്ല. അത് അവര് പഠിക്കുന്നതുമില്ല. ക്രിസ്തുവിൽ വന്ന് അവസാനിക്കുകയാണ്. എന്നാൽ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി എന്നുള്ള വചനം അവർ കേൾക്കുന്നത് പോലുമില്ല. അപ്പൊ ഈ ഒരു തലത്തിൽ നിൽക്കുന്ന ജനം ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന എന്തുവാ? ഈ രോഗം ആരംഭിച്ച നാൾ മുതൽ ക്രിസ്തീയ ദൈവദാസന്മാർ പ്രവചിക്കാൻ തുടങ്ങി. ഇത് രണ്ടാം ലെവൽ ജ്ഞാനമാണ് ഈ പറയുന്നത് കേട്ടോ. ഒരാൾ പറഞ്ഞു ഇതാ ആ രോഗം തുടങ്ങിയതോ 3-4 മാസത്തിലങ്ങ് തീരും. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഇതാ 6-7 മാസം കഴിഞ്ഞപ്പോ തീരും. വേറൊരാൾ വേറൊരു ഡേറ്റ് പ്രവചിച്ചു, വേറൊരാൾ വേറൊരു ഡേറ്റ് പ്രവചിച്ചു. ഈ പ്രവചിച്ചതെല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിൽ പല മേഖലകളിലും കിടക്കുന്നുണ്ട്. ഈ ജനം വിഡ്ഢികളല്ല, അവർ അറ്റ്ലീസ്റ്റ് താഴ്ത്ത ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ആരുടെ പേരിലാണ് പ്രവചിച്ചേ? ക്രിസ്തുവിന്റെ പേരിലാണ് പ്രവചിച്ചേ. ഒരുപക്ഷെ നിങ്ങൾ പല ഡേറ്റുകളും ആ വ്യക്തികളെ ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവര് പറഞ്ഞ ഡേറ്റിൽ, അവര് പറഞ്ഞ ആ മാസത്തിൽ ഈ രോഗം അവസാനിച്ചോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇത് കേട്ട നിങ്ങളടക്കം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു ഒരു ചിന്ത വന്നത്? വന്ന ചിന്ത എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ച ഡേറ്റിൽ കാര്യം നടന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരിക്കും ചിന്ത വന്നേ? ആ ദൈവദാസന് ആള് ശരിയല്ലാന്ന് തോന്നുന്നു, ഇതൊരു സൂത്രപ്പണിയാന്ന് തോന്നുന്നു. പുറത്ത് വാഗൊണ്ട് പറഞ്ഞില്ല, അകത്ത് ഹൃദയത്തിൽ ചിന്ത വന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഇതൊക്കെ വെറുതെ ആണ്. ആ ചിന്ത അകത്ത് വന്നപ്പോ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ദൈവത്തെ അകലാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നിങ്ങളുടെ ദൈവമായുള്ള ബന്ധം ആ വ്യക്തിയിലൂടെയായിരുന്നു. അകലാൻ തുടങ്ങി. അപ്പോൾ തന്നെ ധാരാളം ദൈവദാസന്മാർ 7 ദിവസം ഉപവാസം, 20 ദിവസം ഉപവാസം, ഓരോ ദിവസം ഓരോരുത്തരും പ്രസംഗിക്കുന്നു. ഇതാ രോഗം നിർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഉപവസിച്ച് പ്രവർത്തിക്കുന്നു. ദിവസം വാട്സപ്പിലൂടെ ഇത്രാം ദിവസം എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ആളുകൾ ഇപ്പൊ തീരും, 7 ദിവസമായി ഇപ്പൊ തീരും, തീർന്നില്ല. 20 ദിവസം ഇപ്പൊ തീർന്നില്ല. ഉടനെ അകത്ത് വരുന്ന ചിന്ത എന്താ? പുറത്തു പറയില്ല. ഈ ദൈവത്തിന് എന്താ ചെവി കേട്ടുകൂടെ? ഈ ദൈവത്തിന്റെ ചെവി കേട്ടുകൂടെ? അകത്ത് വരുന്ന ചിന്തയാണ് മനുഷ്യന്റെ, പുറത്തു പറയില്ല. പുറത്തു പറഞ്ഞാൽ കൂടെയുള്ള ദേവദാസൻ വഴക്ക് പറയുക, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുക, അല്ലെങ്കിൽ അപ്പം വഴക്ക് പറയും. ഈ ദൈവം എന്താ? പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാ?
എന്തുവാ സംഭവിക്കണേ? വിശ്വാസത്തിന് അകലുകയാണ്. സാഹചര്യത്തെ നോക്കുമ്പോ ഇതാ ഈ വിശ്വാസത്തിൽ നിന്ന് ജനം അകലുക, ദൈവത്തിൽ നിന്ന് ജനം അകലുകയാണ്. ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ട് അടുക്കേണ്ട ജനം അകന്നു പോവുകയാണ്. ഇപ്പൊ പലപ്പോഴും കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, വേറെ ഞങ്ങളെല്ലാം കൂടി പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞപ്പോ അവിടെ കൂടി വന്നിടത്ത് എല്ലാവർക്കും കൊറോണ പിടിച്ചു. ദേവാസിനെ എല്ലാവർക്കും പിടിച്ചു, പാസ്റ്റർക്കും പിടിച്ചു. അപ്പൊ നിങ്ങൾ എന്തിനാ പോയ? ആരെ കാണാനാ പോയെ? ദൈവത്തെ കാണാൻ. അപ്പൊ ദൈവം നിങ്ങൾക്ക് എന്താ തിരിച്ചു തന്നേ? കൊറോണ. അത് ആർക്കും കിട്ടി? ദേവദാസന്മാർക്കും കിട്ടി. വാടക്ക് ഉടനെ അകത്തുനിന്ന് ചില സംസാരമുണ്ട്. ഇതെന്തോ ഒരു ദൈവമാ? ഇതാണോ ദൈവം? ഈ ജനം ദൈവത്തിൽ അകലുകയാണ്. വിശ്വാസത്യാഗം സംഭവിക്കുകയാണ് അവരുടെ ഉള്ളിൽ, പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് മോഹമൊക്കെ ആ ആത്മീക സന്തോഷം ഇല്ലാതിരിക്കുന്നത്. അകലുകയാണ്. അപ്പൊ ഇത് പിന്നെ അടുത്ത് നോക്കും, ആ ദേവദാസൻ മരിച്ചു, ഈ ദേവദാസൻ മരിച്ചു. എന്തുകൊണ്ട് ഈ ദൈവം ഇതിനെ അനുവദിക്കുന്നു? ചോദ്യം. ജനം അറിയാതെ തന്നെ വിശ്വാസത്യാഗത്തിലേക്ക് പോവുകയാണ് അവർ ഉൾത്തളത്തിൽ. കാരണം മനുഷ്യനിത് മനസ്സിലാകുന്നില്ല. മനുഷ്യനിത് ലോവർ വിസിറ്റി കിടക്കുകയാണ്. ഇതാ ദുഷ്ടന് കിട്ടിയ അവസരം അവൻ തക്കത്തിൽ ഉപയോഗിക്കുകയാണ്. ദൈവം അവസരം കൊടുക്കും, ഒരു പീരീഡ് അവസരം കൊടുക്കും. ആർക്ക്? പിശാചിന്. പിശാചിനെ എടുത്തു കളയാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. ദൈവത്തിന്റെ കോഴ്സിന്, ദൈവത്തിന്റെ പദ്ധതിക്ക് അവൻ തൽക്കാലം ഇവിടെ വേണം. ഇതുതന്നെയാണ് വെളിപ്പാട് 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇതിന്റെയൊക്കെ നിഴലായിട്ട് ദൈവം പറയുന്ന, അതിന്റെയൊക്കെ നിഴലാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ദൈവം പറയുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അതിന്റെ അർത്ഥം ആരനുവദിച്ചു 10 ദിവസം? ദൈവം അനുവദിച്ചു 10 ദിവസം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. അതിന്റെ അർത്ഥം ഒരു പീരീഡ് ഈ വിഷയം നടക്കുമ്പോ ദൈവം മിണ്ടില്ല. ഇപ്പോൾ നടക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് വരുവാനുള്ള നിഴലാണ്. ഈ നടക്കുന്നത് കണ്ട് വിശ്വാസത്യാഗത്തിലേക്ക് പോകാനല്ല. പകരം വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരായി നാം ഒരുങ്ങണം. പല തോൽവിയുടെ അനുഭവം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണും. പക്ഷെ അത് തോൽവിയല്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്കു തരും. നിങ്ങളെ തടവിലാക്ക പിശാച്, അതായത് ഹയർ വിസ്ഡം, നിങ്ങളെ തടവിലാക്കുവാൻ ഹയസ്റ്റ് വിസ്ഡം അനുവദിച്ചിട്ടുണ്ട്. എത്ര ദിവസം? 10 ദിവസം. ഒരു പീരീഡ്, ഒരു സമ്പൂർണ്ണ പീരീഡ്. അവിടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഒരുപക്ഷെ അതിന്റെ അവസാനം നിന്റെ മരണമായിരിക്കും.
അവിടേക്ക് ചോദ്യം വരരുത്, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? കാരണം ഈ ലോക ജീവിതം കൊണ്ട്, ഈ ജഡം വിട്ടത് കൊണ്ട് നമ്മൾ തീരുന്നില്ല. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ജഡത്തെ കൊല്ലുന്നവരെ, ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷെ ദേഹിയെ കൂടി കൊല്ലുവാൻ കഴിയുള്ളവന് ഭയപ്പെട്ടുകൊള്ളണം. ഇതുകൊണ്ടാണ് പറഞ്ഞ, അന്ത്യകാല ഒരുക്കങ്ങൾ ജഡത്തെ ഫോക്കസ് ചെയ്തല്ല ചെയ്യേണ്ടത്. ഇവൻ ജഡത്തിലാണ് ഒരുങ്ങുന്നത് എന്നത്, ജഡത്തിൽ ഒരുങ്ങുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ പോലും ജഡത്തെ ഫോക്കസ് ചെയ്യല്ല ചെയ്യേണ്ടത്, നമ്മുടെ ദേഹിയെ ഫോക്കസ് ചെയ്ത് ചെയ്യണം. ജഡത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹിയെ കൂടെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടുക. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിന്മേലും അധികാരം ലഭിച്ചു. ശ്രദ്ധിച്ച്, അധികാരം ലഭിച്ചു. എവിടെന്ന്? ദ ഹൈയസ്റ്റ് കിങ്ഡം. യേശുവിനെ തൊടാൻ പൈലറ്റിന് ആരാ അധികാരം കൊടുത്തത്? യേശു പറഞ്ഞത്, എന്റെ പിതാവിന് അധികാരം ഇല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകില്ല. ഇവിടെ പറയുന്നത് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. ഇനി അതിന്റെ 10-ാം വാക്യം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ചിലരെ അടിമയാക്കി തടവിലേക്ക് കൊണ്ടുപോകും, ചിലവരെ വാളാൽ കൊല്ലും. അടിമയായി കൊണ്ടുപോയത് കൊണ്ടോ വാളാൽ കൊന്നത് കൊണ്ടോ നമ്മുടെ ജീവിതം തീരുന്നില്ല. കർത്താവ് പറഞ്ഞ, ശരീരത്തെ കൊല്ലുന്നതിന് ഭയപ്പെടേണ്ട, ദേഹിയുടെ കൊല്ലാൻ കഴിയുന്നതിന് ഭയപ്പെടുക. ഹല്ലേലൂയ. ശരീരം പ്രാധാന്യമുള്ളതാണോ? അതെ, ഉള്ളതാണ്. പക്ഷെ ശരീരം ആർക്ക് വേണ്ടി ഉണ്ടാക്കി? കർത്താവിന് വേണ്ടി ഉണ്ടാക്കി. കർത്താവിന്റെ ജോലി കഴിഞ്ഞാൽ നമുക്ക് ഇനി ശരീരം ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി പുതിയൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. Oh Lord, I love you. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ ദൈവത്തിന്റെ ഈ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല എങ്കിൽ പിശാചിന്റെ പ്രവർത്തികൾ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ മനുഷ്യർ ഓട്ടോമാറ്റിക് ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും, വിശ്വാസത്തിൽ വീഴാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതാ 2-ാമത്തെ സ്റ്റേജ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല, അതിന്റെ മുകളിൽ പിശാച് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത മുഴുവൻ മനുഷ്യനെ സാഹചര്യങ്ങളിലൂടെ ചീത്ത സന്ദേശം മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്ത് ദൈവത്തെ അകറ്റുക, വിശ്വാസത്യാഗം സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്നാൽ ദൈവത്തിന്റെ ചിന്ത വരുന്നവർക്ക് അങ്ങനെയല്ല വരുന്നത്. ഇന്നലെ ഏതോ ഒരു ഭാഗത്ത് ഒരു ദേവദാസൻ എനിക്കൊരു ചിത്രം അയച്ചു തന്നു, ഒരു വീഡിയോ അയച്ചു തന്നു. മനുഷ്യരെ കൂട്ടം കൂട്ടമായിട്ട് ഇട്ട് കത്തിക്കുന്നു. അത് കാണുമ്പോൾ ഈ ലോകത്തുള്ള ജനം ആകെ പകയ്ക്കും, വല്ലാതെയാകും അവർക്ക്. പക്ഷേ കാരണം ഈ ലോകത്തിൽ ജനത്തിന് ഇങ്ങനെ വരുന്നു എന്നുള്ള ചിന്തയാ. പക്ഷെ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എന്ന് പറയുന്നത്, അത് കാണുമ്പോൾ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ദുഃഖമാണ്. എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ദുഃഖമാണ് ഞാൻ അവിടെ കണ്ടത്. അത് ഇവിടുത്തെ മനുഷ്യന്റെ സങ്കടത്തെക്കാൾ ഉപരി പിശാചിന്റെ സന്തോഷമല്ല, പകരം എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ദുഃഖം. കാരണം നിങ്ങൾ ഒരു തോട്ടം ഉണ്ടാക്കി. ഈ ഭൂമി എന്ന തോട്ടം ആരുണ്ടാക്കിയതാ? ദൈവം ഉണ്ടാക്കിയതാ. നിങ്ങളൊരു തോട്ടം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ നട്ട തയ്യ് നല്ലൊരു പങ്കും നിങ്ങൾ തന്നെ കത്തിച്ചു കളയുകയാണെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഒരു ചിന്ത ഉണ്ട്. അത് കത്തുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, അല്ലെ? കാരണം നിങ്ങൾ തന്നെ നട്ടുവെച്ചതാ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതെടുത്ത് കളയുന്നേ? ഇന്നലെ വൈകിട്ട് ഒരു സഹോദരനെ കാണാനിടയായി. ആ സഹോദരനോട് ഇത് പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ
എന്റെ തോട്ടത്തിൽ ഞാനത് കത്തിച്ച് കളയുന്നുവെങ്കിൽ അത് ഫലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കത്തിച്ച് കളയുന്നത്. പക്ഷെ കത്തിച്ച് കളയുമ്പോൾ സങ്കടമുണ്ട്. കർത്താവ് അന്വേഷിച്ചു വരുന്ന ഫലത്തെ, വെറും ഇലയല്ല, ഫലത്തെ. നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ വെച്ചത് ഓരോ ഫലം കൊയ്യാനാണ്, ഓരോ പ്രവൃത്തി ചെയ്തെടുക്കാൻ വേണ്ടി. ഇക്കാര്യം മറന്നുപോകുന്നു. ഈ ജഡത്തിലല്ല നമ്മുടെ സ്ഥിരവാസം, ഇത് താൽക്കാലികമാണ്. ഈ കോഴ്സ് തീരുന്നത് വരെയുള്ള ഒരു കുപ്പായമാണ്, ഒരു ഉടുപ്പാണ്. അപ്പോ ഈ രണ്ട് ജ്ഞാനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ലോകത്തിന്റെ ജ്ഞാനം, വലിയ ഡിസാസ്റ്റർ, ഞങ്ങളെ ആര് സഹായിക്കും? എത്ര സഹായിച്ചാലും ഈ ശരീരം മണ്ണിന്റെ അടിയിലേക്ക് പോകും. ഈ ശരീരം ഭൂമി വീഴുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം എങ്ങനെയെങ്കിലും ഈ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റണം. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിന്റെ ജ്ഞാനം, ആ ദൈവത്തിന്റെ ജ്ഞാനം, ഓ ലോർഡ് ഐ ലവ് യു, ആ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ, ജനം ആകുലപ്പെടുമ്പോൾ, പിശാച് മനുഷ്യനെ ദൈവത്തെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിന് നടുവിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ വിഷയത്തിന് നടുവിൽ മാനസാന്തരപ്പെട്ട ആരെങ്കിലും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? ഈ പാൻഡമിക് സിറ്റുവേഷൻ കടന്നു വന്നപ്പോ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഇതിനുള്ള പരിഹാരം ദൈവം വിളിച്ചു പറഞ്ഞു. മെസ്സേജ്, രാജാക്കന്മാർക്കുള്ള സന്ദേശം, മെസ്സേജ് ഫോർ റൂളേഴ്സ്. കാരണം ഈ ബാധയ്ക്ക് മുകളിൽ, ഈ പാൻഡമിക്കിന് മുകളിൽ അധികാരമുള്ള ഒരാളുമില്ല, സൃഷ്ടാവായ ദൈവമല്ലാതെ. ആ ദൈവത്തെങ്കിലേക്ക് തിരിയുക. പക്ഷെ എന്നും ഈ മനുഷ്യൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ തന്റെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. തന്റെ കഴിവിലാണ് അവൻ ആശ്രയിക്കുന്നത്. തന്റെ മരുന്ന് കൊണ്ട് രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ തുഴഞ്ഞു 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 തളർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിപ്പാട് 16:9 പറയുന്നു, ഈ ബാധയുടെ മുകളിൽ അധികാരമുള്ള ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞില്ല. പകരം ദൈവത്തിനെതിരെ പുറവിറുത്ത്. നിന്റെ ദൈവം എവിടെ? എവിടെ നിന്റെ ദൈവം? എന്തിയാ നീ പറഞ്ഞിട്ട് വിളി കേൾക്കാത്തത്? നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരം തരാത്തത്? എവിടെ നിന്റെ ദൈവം എന്ന് പറയുന്ന ചോദ്യം നമ്മുടെ ചുറ്റും കേൾക്കാം. കേട്ടില്ല എങ്കിൽ മനുഷ്യന്റെ ഉൾത്തളത്തിൽ അത് ചോദിച്ചുകൊണ്ടിരിക്കുക. വേർ ഇസ് ഗോഡ്? ഈ ആളുകൾ മരിച്ചു വീണ ദൈവം കാണുന്നില്ലേ? എവിടെയാണ് നിന്റെ ദൈവം? പലരും കളിയാക്കിയിടുന്നത് കാണാം. എത്രത്തോളം ആ ദൈവങ്ങളും ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ഇവാഞ്ചലിസ്റ്റുകളും ഉള്ള സ്ഥലമായിരുന്നു. ഒരു ആവശ്യ നേരം വന്നപ്പോൾ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. വേർ ഈസ് യുവർ ഗോഡ്? എന്നാൽ യഥാർത്ഥത്തിൽ ഈ ജനം ദൈവത്തെ ഒന്ന് യഥാർത്ഥത്തിൽ നിന്ന് വിളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നേ. ഇതെങ്കിലും കണ്ടിട്ട് മനസ്സിലാക്കണം ദൈവം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. വെളിപ്പാട് 16:9 വായിച്ച്. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. ശ്രദ്ധിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം ധാരാളം ബാധകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബാധകളുടെ നടുവിൽ, ഈ ബാധകളുടെ മേൽ അധികാരമുള്ള, അപ്പൊ ബാധകളുടെ മേൽ ആർക്ക് അധികാരമുണ്ട്? കുഞ്ഞേ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ബാധയുടെ മേലും ഏത് ബാധ വന്നാലും അതിന്റെ മുകളിൽ ദൈവത്തിന്, സൃഷ്ടാവിന് അധികാരമുണ്ട്. പക്ഷെ വിളിക്കണത് യഥാർത്ഥ സൃഷ്ടാവിനെ തന്നെ ആയിരിക്കണമെന്നേ ഉള്ളൂ. സൃഷ്ടാവിന് അധികാരമുണ്ട്. ആദ്യം മനസ്സിലാക്ക്.
ഈ ലോകത്തിൽ എന്റെ പരിഹാരം എവിടെ നിന്ന് വരുമെന്ന് കറങ്ങി നടക്കുന്ന ജനമേ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് പരിഹാരമുണ്ട്. ഈ ബാധകളുടെ മേൽ പരിഹാരമുള്ളത് ഈ ഭൂമിയിലെ ഒരു ഗവൺമെന്റിലും അല്ല, സ്വർഗത്തിലെ ഗവൺമെന്റിന് ബാധകളുടെ മേൽ പരിഹാരമുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരുന്നില്ല, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നില്ല, പകരം ദൈവത്തെ ദുഷിക്കുകയാണ്. ദൈവത്തിനെന്താ കണ്ണില്ലേ? പക്ഷെ ദൈവം ഇതിലൂടെയല്ല ആഗ്രഹിക്കുന്നത്, ജനം ദൈവത്തോടടുക്കാനാണ്. അതാണ് ഹൈയസ്റ്റ് വിസ്ഡം. എന്നാൽ പിശാച് ചിന്തിക്കുന്നത് ജനത്തെ എങ്ങനെയാണ് ദൈവത്തെ അകറ്റണം എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം അറിയാത്ത ഒരു വ്യക്തി ഈ ലോക സാഹചര്യം കാണുമ്പോൾ അവൻ അറിയാതെ ഹൃദയത്തിന്റെ ഒരു വിശ്വാസം സംഭവിക്കും. വെളിപ്പാട് 9:20-21 വാക്യം വായിച്ചു. ബാധകളുടെ നടുവിലെ കാര്യങ്ങൾ വീണ്ടും കാണാം അവിടെ. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. അടുത്ത വാക്യം ഇത് തന്നെ വീണ്ടും പറയണേ, വായിച്ചു. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ദൈവം ഈ ബാധകളൊക്കെ അയക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഈ ജനം ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടാൻ. സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്നു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുള്ള വിശ്വാസം. എന്നാൽ ഇത് ക്രിസ്ത്യാനികൾ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം വെട്ടിക്കളഞ്ഞാൽ യേശുള്ള വിശ്വാസം മാത്രമായിട്ട്. ഹല്ലേലൂയ. ഈ ബാധകളുടെ മേൽ പരിഹാരമുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. അങ്ങോട്ടേക്ക് തിരിയണം. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി യേശുവിനെ പോലെ ആയിരിക്കണം, ദൈവപുത്രനെ പോലെ ആയിരിക്കണം. ആ രീതിയിലാണ് ദൈവം നമ്മളെ കൊണ്ടിരുന്നത്. ഈ മൂന്ന് ജ്ഞാനവും ഒരുമിച്ച് കാണാൻ പറ്റണം. ഒരാത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. ദൈവത്തിൻ്റെതും ദൂതന്മാരുടേതും മനുഷ്യന്റേതും അവൻ വിവേചിക്കുകയാണ്. ആ സമയം തന്നെ ദൈവം എന്താ ചെയ്യുന്നത്? ആ സമയം തന്നെ ദൈവത്തിന് എന്താ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാം, God is giving spiritual vaccination to his people. ഒരു സ്പിരിച്വൽ വാക്സിനേഷൻ എടുക്കുകയാണ്. എന്താണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ഫ്രൈഡേ മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കേട്ടിട്ടില്ല എന്ന് പോയി കാണണം. കഴിഞ്ഞ ഒരു ദേവദാസൻ ആരോട് ചോദിച്ചു, ദേവദാസനെ ഞങ്ങള് വാക്സിൻ എടുക്കണോ? ഞാൻ പറഞ്ഞു, അങ്ങ് ഫ്രൈഡേ സന്ദേശം കേട്ടില്ലയോ? എന്നിട്ട് അതിന്റെ ക്ലിപ്പ് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, നിങ്ങൾ അത് കേൾക്ക്. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കേ. മനസ്സിലായില്ലെങ്കിൽ അവിടെ ഇവിടെ അല്ല ചോദിച്ചു നടക്കണ്ടേ, ചോദിക്കേ. ദൈവം എന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വഴിയിരിക്കണം, God is giving a spiritual vaccination to his people. അപ്പോ സാധാ വാക്സിനേഷൻ എന്നത് മനസ്സിലായാലും സ്പിരിച്വൽ വാക്സിനേഷൻ മനസ്സിലാവും. അതും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വാക്സിനേഷൻ സംഭവിക്കുന്നത്, വാക്സിനേഷൻ ഒരു മരുന്നല്ല. വാക്സിനേഷൻ സംഭവിക്കുന്നത് ഇതാ, ആ രോഗാണുവിന്റെ ഒരു ബലഹീനമായ ഒരു പാർട്ട് എടുത്തിട്ട് അത് ഡൈല്യൂട്ട് ആക്കി നമ്മളുടെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്യുകയോ കഴിക്കാൻ തരികയോ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഫോറിൻ പാർട്ടികൾ നമ്മുടെ ഉള്ളിൽ വന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ച പ്രതിരോധ സംവിധാനമുണ്ട്. പട്ടാളക്കാർക്ക് തുല്യമായ വൈറ്റ് ബ്ലഡ് സെൽസുകളിലൂടെയുള്ള പ്രതിരോധ സംവിധാനമുണ്ട്. അത് ഉണരും. അത് ഇതിനെതിരെയുള്ള ആന്റിബോഡി പട്ടാളക്കാരെ, ഒരു ഭാഷ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടാക്കും. തുടർന്ന് ഈ രോഗത്തെ അത് തോൽപ്പിക്കും. ഇതിനെതിരെയുള്ള ആ ആന്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാക്കും. മാത്രമല്ല അത് മെമ്മറിയിൽ സൂക്ഷിക്കും. ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ രോഗം യഥാർത്ഥത്തിൽ അകത്ത് കയറാൻ ശ്രമിച്ചാൽ ഉടനെ തന്നെ അതിനെ തോൽപ്പിക്കാനുള്ള സൈന്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആന്റിബോഡീസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതാണ് അത് ചെയ്യുന്നത്. അത് ഫിസിക്കൽ വാക്സിനേഷൻ ശരീരത്തിന്റെ മുകളിൽ. എന്നാൽ
നമ്മുടെ സോൾ വിശ്വാസത്യാഗത്തിലേക്ക് വീണു പോകാതിരിക്കുവാനുള്ള സ്പിരിച്വൽ വാക്സിനേഷൻ ആണ് കർത്താവ് ഇന്ന് ഇതിലൂടെ നമുക്ക് തരുന്നത്. അതാണ് യോഹന്നാൻ 16:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് യേശു അന്ന് ശിഷ്യന്മാർക്ക് ഈ സ്പിരിച്വൽ വാക്സിനേഷൻ കൊടുത്തതാ. അന്ന് ശിഷ്യന്മാർക്ക് ഈ സ്പിരിച്വൽ വാക്സിനേഷൻ കൊടുത്തു. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഈ സ്പിരിച്വൽ വാക്സിനേഷൻ തരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്നും അല്ലട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ്, വീണു പോകാതിരിക്കാനാണ്. അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പള്ളി എവിടെയാണ്? ആരാധനക്കാരുടെ സ്ഥലം, ദൈവത്തിന്റെ സ്ഥലം. ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് അവർ നിങ്ങളെ പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ആരാധന വഴിപാട് കഴിക്കുന്ന ചിന്തിക്കുന്ന നാഴിക വരുന്നു. ഇത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹൃദയം ദുഃഖമാണ്. പക്ഷേ അന്ന് നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ അന്ന് ഇടറിപ്പോകാതിരിപ്പാൻ ഇന്നേ ഒരു ഇഞ്ചക്ഷൻ. മനസ്സിലായോ? ഇതാണ് സ്പിരിച്വൽ വാക്സിനേഷൻ. മുൻകൂട്ടി കാര്യങ്ങളെ അറിയിച്ചു തരുന്നു. ഇതാണ് ഈ നാളുകളിൽ സ്വർഗത്തിലെ സ്നേഹനിധിയായ ദൈവം അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ജനത്തിന്റെ ഇരിപ്പും ജനത്തിന്റെ തിരസ്കരണവും കാണുമ്പോൾ എന്തിനാണ് ഈ പാടുപെട്ടിച്ചവരോട് പറയുന്നത് തോന്നിപ്പോകും. പക്ഷേ ഉടനെ ആ അപ്പന്റെ സ്നേഹം കാണുമ്പോൾ അറിയാതെ വീണ്ടും ജനത്തോട് പറഞ്ഞു. കാരണം ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെയാണല്ലോ ദൈവം ആശ്വസിപ്പിക്കുന്നത്. ആ സ്നേഹനിധിയായ ദൈവം ഇതാ വീണ്ടും കൈനീട്ടുകയാണ്. ഇസ്രായേൽ മക്കളോട് പറയുന്നു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. അവസാനം അവരോട് പറഞ്ഞു, കർത്താവിന്റെ നാൾ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നവരെ നിങ്ങൾ എന്റെ മുഖേന കാണും. പ്രിയ സഹോദരികളെ, ആ ദൈവ സ്നേഹത്തെ തിരസ്കരിക്കണം. സ്നേഹനിധിയായ നമ്മുടെ പിതാവ്. അപ്പൊ ഈ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഈ സാഹചര്യം ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കോ ദ ബീസ്റ്റിന്റെ പല സ്വഭാവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇത് മാർക്കോ ദ ബീസ്റ്റ് അല്ല. അതിന്റെ പല സ്വഭാവങ്ങൾ ഇതിനുണ്ടല്ലോ ഉള്ളിലുണ്ട്. കാരണം ഇതൊരു സ്പിരിച്വൽ വാക്സിനേഷൻ മാത്രമല്ല, ഇതൊരു മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം പലതിനും മോഡൽ തരും, സാമ്പിൾ തരും. കാരണം ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഒരിക്കലും തോറ്റുപോകരുതെന്നാണ്. തോറ്റുപോകരുത്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചത്? ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇത് വിശ്വസ്തതയുടെ പരീക്ഷ നടക്കുകയാണിപ്പോ. കർത്താവ് പറഞ്ഞു തരുന്നില്ലേ, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കും. അപ്പൊ ഇനി അധികത്തിൽ വിചാരകനാകുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ദൈവം അന്വേഷിക്കുന്നത് എന്താണ്? തന്നെ സ്നേഹിക്കുന്ന മക്കളാണോ എന്നാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം, നാം സമ്പത്തിനേക്കാൾ ഉപരിയായി, നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ? വെറും വാക്കിലല്ല, അത് കാര്യത്തോടെ എടുക്കുമ്പോൾ, അതൊരു പരീക്ഷയിലൂടെ തെളിയുമ്പോ വീണു പോകരുത്. ഇമോഷണലി പറഞ്ഞിട്ട് കാര്യമില്ല. പത്രോസിനെ പോലെ നിന്നോട് മരിക്കേണ്ടി വന്നാലും ഞാൻ മരിക്കാനൊക്കെ തയ്യാറായിട്ട് ബ്രദറെ വിശ്വാസത്തിൽ ഇറങ്ങിയത്. പക്ഷെ പരീക്ഷയിലൂടെ കയറുമ്പോ നിൽക്കുമോ? നിൽക്കണമെങ്കിൽ ഈ പുറമേയുള്ള വീറും വാശിയും പോരാ, അകമേ ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ വളരണം, അല്ലെങ്കിൽ നിൽക്കില്ല. അപ്പോ ദൈവം നമുക്ക് ഇതൊരു മോഡൽ എക്സാം തരികയാണ്. ഈ മോഡൽ എക്സാമിലൂടെ നമ്മൾ നമുക്ക് തന്നെ മാർക്കിടണം. അവനവൻ വിശ്വാസം ഇരിക്കുന്നുവോ എന്ന് അവനവനെ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. ഒരു പ്രയാസവും വരാതിരിക്കുമ്പോൾ, ഒരു മഠത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ത്രീകളൊന്നുമില്ലാത്ത ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പുറമെ ഞാൻ വ്യഭിചാരം ചെയ്തില്ല എന്ന് പറയുന്ന അവസ്ഥയല്ല. ഈ ഒരു സാഹചര്യത്തിലൂടെ കടക്കുമ്പോ
ജോസഫ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നപ്പോ ജോസഫ് തെളിയിച്ചു തന്റെ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം സുന്ദരിയായ ആ സ്ത്രീ തന്റെ മുമ്പിൽ വന്നപ്പോഴും ആ സ്ത്രീയെ അവഗണിച്ചു. മുമ്പിൽ ജയിലാണ്, പക്ഷേ അവൻ അതിലേക്ക് പോയി പാപം ചെയ്യാതെ തന്റെ ജീവിതത്തെ കാത്തു. ഒരവസരം മുമ്പിൽ വരുമ്പോഴാണ് തെളിയുന്നത് ഞാൻ എന്റെ വിശ്വാസം എവിടം വരെ നിൽക്കുന്നു. ഇവിടെ ദൈവം ഒരു മോഡൽ എക്സാം നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് പോയിന്റിലാണ്, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, അവനവനെ പരിശോധിക്കാം. ഞാൻ 10-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോ ഇസ്രായേൽ മക്കൾക്ക് പഴയ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് അവർ പോകുന്ന കാര്യങ്ങൾ, ദൈവം അവരെ വിടുവിക്കുന്ന കാര്യങ്ങൾ, അതിനിടയിൽ അവരെ അനുസരണക്കേട് കാണിച്ചവരെ, ദൈവത്തിനെതിരെ പിറുപിറുത്തവരെ തള്ളിയിട്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് സംഭവിച്ചിരിക്കുകയാണ്, നമുക്ക് ഒരു മോഡലായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു മോഡൽ അവിടെ അന്നേ ദൈവം ഒരുക്കിയിരുന്നു. 10-ാം അധ്യായം. എല്ലാവരും 1 മുതൽ 1 വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിനു തന്നെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അതെഴുതിയിരിക്കുന്ന 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ, പഴയ നിയമക്കാരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പുതിയ നിയമക്കാരായ നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ കാര്യം? ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ എക്സാം ആയിരുന്നു, ഒരു മോഡൽ പേപ്പർ ആയിരുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്കിതൊരു എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ, അത് നോക്കി പഠിച്ചോളണം. ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് ലോകം ഇതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കയറിപ്പോയിട്ടില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ഒരുക്കുകയാണ്. ഒരു എക്സാമ്പിൾ. ആ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ ഒരുക്കുമ്പോ ഇതിന് യഥാർത്ഥത്തിൽ വരുന്ന ആ വലിയ പരീക്ഷയുടെ പല നേച്ചറുകളും ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി ഈ നേച്ചറുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ യഥാർത്ഥത്തിൽ ഈ വിഷയം എന്റെ മുമ്പിൽ വന്നാൽ, ബീസ്റ്റ് സംവിധാനം ഇങ്ങനെ ഒന്ന് എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ നിലനിൽക്കുമോ? ഞാൻ എവിടെയായിരിക്കും നിൽക്കുവാൻ പോകുന്നത്? ഇന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഗവൺമെന്റ് അല്ല. ഇന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഗവൺമെന്റ് അല്ല. പകരം ഈ താഴെയുള്ള ഗവൺമെന്റുകളൊക്കെ ഇതാ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നില്ല. പകരം അവർ തങ്ങളെ ഏൽപ്പിച്ച ജനത്തെ അവരുടെ ശരീരത്തെ ഏത് വിധത്തിൽ രക്ഷിക്കാമെന്നാണ് അവർ നോക്കുന്നത്. അപ്പോ ഈ ഒരു തലത്തിൽ നിൽക്കുമ്പോ ഇനി അടുത്ത സ്റ്റേജിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു അധികാര തലം വരുമ്പോൾ, ദൈവത്തെ എതിർക്കുന്ന ഒരു അധികാര തലം വരുമ്പോൾ, അവർ ഈ നിയമത്തിന്റെ ഹയർ ലെവൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഈ ചെറുതിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അവനവൻ തന്നെ ശ്രദ്ധിച്ചുകൊള്ളണം. അവനവൻ തന്നെ തന്റെ ഹൃദയത്തിലെ ചിന്ത എവിടെ നിൽക്കുന്നു എന്ന് അവനവൻ തന്നെ സൂക്ഷിക്കുക. ഇതാ 4
ഇതിലൂടെ ദൈവം നമുക്കൊരു സന്ദേശം തരികയാണ്, നമുക്കൊരു വാണിംഗ്, ഒരു അലർട്ട് തരികയാണ്. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് കർത്താവ് പറയുമ്പോ കർത്താവ് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോ, ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോ. അപ്പൊ ഒരു സന്ദേശം തരികയാണ്, ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോ ഇതാ അവന്റെ കാൽ വാതിക്കലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ ഈ മോഡൽ പേപ്പർ സംഭവിക്കുന്ന നമ്മൾ ഇപ്പോ കാണുമ്പോ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇതാ കർത്താവിന്റെ വരവ് സമീപിച്ചു. അതിനു മുമ്പ് എനിക്ക് വിശ്വാസത്തിന്റെ ഒരു വലിയ പരീക്ഷയെ നേരിടേണ്ടതായിട്ടുണ്ട്. അതിന്റെ മോഡലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ ആ 3 ലെവലുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫ്രൈഡേ മെസ്സേജുകൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ കേൾക്കുക. കഴിഞ്ഞ മുമ്പത്തെ ഫ്രൈഡേ മെസ്സേജ്, ആ 3 ലെവൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. അവിടെ പറയുന്നു ആസ് എ മെഡിസിൻ, അതിന്റെ ഒരു കട്ടിംഗ് ആണ്, അതിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ കട്ടിംഗ് ആണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ആ ഡേറ്റ് April 16 ആണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ പാർട്ട് 27 അത് കിടക്കുന്നുണ്ട്. പാസ്റ്റർ, ഞാൻ വാക്സിൻ എടുക്കണോ? പലർക്കും ഇന്ന് സംശയമുള്ളതാണെങ്കിൽ അത് നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നു 3 levels of answer as a medicine. ഇതാ ഭക്ഷണം നമ്മൾ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, അകറ്റുന്നില്ല. അപ്പോൾ തന്നെ ഇതാ ലൂക്ക് 5:31 പറയാണ്, രോഗിക്ക് എത്രയോ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇനി രണ്ടാമത്തേത് ആസ് എ ലോ, ഒരു നിയമം. ഇന്ന് ഇത് നിയമ ലെവലിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ അതിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അതിലേക്ക് എത്തുവാൻ സാധ്യത വരുമ്പോ ഈ താഴെയുള്ള ജനം എന്തായിരിക്കും ചിന്തിക്കണേ? ഈ താഴെയുള്ള ജനം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഓ, ഇത് ആരെങ്കിലും ഈ വാക്സിൻ എടുക്കാതിരുന്നാൽ അവരെങ്ങായിരിക്കും ചിന്തിക്കുക? ഞങ്ങളൊക്കെ എടുത്തു, ദേ വാക്സിൻ എടുക്കാത്ത ഒരുത്തൻ ദേ വരുന്നു, സാമൂഹ്യ ദ്രോഹി, ദുരന്തകർത്താവ്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകരുത്. കാരണം ഇതാ ആസ് എ മെഡിസിൻ നമുക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ പലരും വിശ്വാസത്തിന്റെ പേരിൽ എടുക്കാതിരിക്കുന്നുണ്ട്, പലരും തങ്ങളുടെ ബോഡിക്ക് അത് പിടിക്കത്തില്ല എന്നുള്ളതിൽ എടുക്കാതിരിക്കുന്നുണ്ട്. അത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ ആസ് എ ലോ, ഒരു ലോ ആയിട്ട് അതോറിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് ദൈവത്തെ അനുസരണക്കേട് കാണിക്കാത്തവരാണ് എങ്കിൽ നമ്മൾ അവർക്ക് കീഴടങ്ങി ഇരിക്കണമെന്നാണ് റോമലേഖനം 13:1-7 വരെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗം വരുമ്പോൾ, ഞാൻ ഇന്ന് വരെ എന്റെ ശരീരത്തിൽ അത് എടുത്തിട്ടില്ല, എനിക്ക് ആഗ്രഹവുമില്ല. എന്നാൽ എന്റെ കർത്താവ് എപ്പോഴാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്? കാരണം എപ്പോഴത് സ്ക്രിപ്ചറലായി മാറുന്നുവോ, റോമലേഖനം 13:1-7 വരെ എപ്പോഴും സ്ക്രിപ്ചറലായി മാറുന്നുവോ, അപ്പോൾ ദൈവം എന്നെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ അതിന് ഞാൻ ഏൽപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം അവർ ഒരിക്കലും ദൈവത്തെ ഡിസോബേ ചെയ്യുന്നില്ലാത്തവരെങ്കിൽ, അത് മാർക്കോ ദ ബീസ്റ്റ് അല്ല എന്നതിന്റെ ഉൾത്തളത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള ബോധ്യം ഉള്ളത് കൊണ്ട്. ഇനി അടുത്തത് 3-ാമത്തെ ലെവല്, ലോ അതോറിറ്റീസ് വിച്ച് ആർ ഡിസോബേയിങ് ഗോഡ്, ദൈവത്തെ ധിക്കരിക്കുന്ന അതോറിറ്റീസ്. അതാണ് യഥാർത്ഥത്തിൽ ബീസ്റ്റ് സിസ്റ്റം. ദൈവമെന്നോ പൂജാവിഷയമെന്നോ വിളിക്കുന്ന സകലത്തിനും എതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ ഓരോ ഭാഗത്ത് പറയുമ്പോഴും ഇതാ ദൈവത്തിനെതിരെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ആ ഒരു ക്രമീകരണം വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യാതിരിക്കുക, ദൈവത്തെ അനുസരിക്കുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഒരു അസൈൻമെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അതിൽ തീരുമാനമെടുക്കുക. 2 ദൂതന്മാർ അതിൽ ഒരു ദൂതനെ മറിയയുടെ ഭർത്താവ് യേശുക്രിസ്തുവിന്റെ വളർത്തപ്പനായ ജോസഫ് അനുസരിച്ചു.
അദ്ദേഹത്തിന് അത് നീതിയായി. വേറൊരു ദൂതനെ യൂദാസ് അനുസരിച്ചു, അദ്ദേഹത്തിന് അത് പാപം. കാരണം എന്താ? ചിന്തിക്കുക ദൈവസംഘം. ഒരു ദൂതന്റെ പേര് ഗബ്രിയേൽ എന്ന് വെക്കുക, മറ്റേ ദൂതന്റെ പേര് ലൂസിഫർ എന്ന് വെക്കുക. രണ്ട് ദൂതന്മാർ, രണ്ടുപേരെ അനുസരിച്ചു. ജോസഫ് രാത്രിയിൽ തനിക്ക് സ്വപ്നം തന്ന, അവിടെ ദൂതന്റെ പേരെഴുതിയിട്ടില്ല, ഗബ്രിയേൽ, മറിയയുടെ അടുക്കൽ വന്ന ദൂതൻ തന്നെയെന്ന് വിശ്വസിക്കുന്നു. ആ ദൂതനെ അനുസരിച്ചു. സൃഷ്ടിപ്പിൽ നിഷ്കളങ്കനായിരുന്ന ഒരു ദൂതനെ, സൃഷ്ടിപ്പിലെ നിഷ്കളങ്കനായിരുന്നു ആ ദൂതനെ യൂദാസും അനുസരിച്ചു. യൂദാസിന് അത് പാപമായി, ജോസഫിന് അത് നീതിയായി. എന്തുകൊണ്ടാ? ഇനി ഇത് ചിന്തിച്ച് തെറ്റിപ്പോകണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം. ജോസഫ് അനുസരിച്ചത് ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്ന, ദൈവത്തെ കീഴടങ്ങി നിൽക്കുന്ന ദൂതനെയാണ്. അതുകൊണ്ടാണ് നീതിയായത്. യൂദാസ് അനുസരിച്ചത് ദൈവത്തിന് കീഴടങ്ങാതെ നിൽക്കുന്ന ദൂതനെയാണ്. അതുകൊണ്ടാണ് അത് പാപമായത്. ഈ ലോക വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു. യേശുക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക ഒരിക്കല് കരം പിരിക്കുന്നവർ യേശുവിന്റെ അടുക്കൽ വന്നു. ഫേസ് ചെയ്തത് പത്രോസ്. അതായത് ഗവൺമെന്റ്, ഭൂമിയിലെ ഗവൺമെന്റ് ദൈവപുത്രന്മാരുടെ അടുക്കൽ എത്തി. എന്നിട്ട് ചോദിച്ചു, പത്രോസ് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ടാക്സ് കൊടുക്കുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് യേശുക്രിസ്തുവിന്റെ വാക്കിലൂടെ വന്നത്. അതായത് ദൈവപുത്രന്മാരാണ്, ഭൂമിയുടെ അധികാരികളാണ്. യേശു തിരിച്ചു പറഞ്ഞു, രാജകുമാരന്മാർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമിയിൽ രാജാക്കന്മാർ ആരോടാണ് ടാക്സ് വാങ്ങുന്നത്? പുത്രന്മാരോടോ അന്യരോടോ? പത്രോസ് പറഞ്ഞു, അന്യരോട്. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയ. പക്ഷേ യേശുவோട് ഒരു മാതൃക കാണിച്ചു. എന്താണെന്നറിയാമോ? നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥം. പക്ഷേ ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയാം, അവർക്ക് ഭൂമിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ അവർക്ക് ഇടർച്ച വരുത്താൻ, നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടെ സിസ്റ്റത്തിന് ഇടർച്ച വരുത്താതിരിപ്പാൻ നമുക്ക് ടാക്സ് കൊടുക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു എന്താണ് മാതൃക കാണിച്ചു തരുന്നത്? ഈ ഭൂമിയിലെ സിസ്റ്റത്തിന് പലതും നമുക്ക് ആവശ്യമില്ല. പക്ഷേ അത് ഈ ഭൂമിയിൽ ദൈവം വെച്ച ഗവൺമെന്റിന്റെ നിയമമാണ് എങ്കിൽ, അത് ദൈവത്തെ എതിർക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന് കീഴടങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ, യേശു തന്നെ പൈലറ്റിനെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നാമും ആ സിസ്റ്റത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വചന വിരുദ്ധമല്ല, വചന അനുസൃതം.
തുടർന്ന് യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്, ഒരു മീനെ കിട്ടും, അതിൽ എനിക്കും നിനക്കും ടാക്സ് കൊടുക്കാനുള്ള പണമുണ്ട്. പത്രോസ് അത് ചെയ്തു, ഒരു ടാക്സ് കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24-11 വായിച്ച് നമുക്ക് അവസാനം. അവർ കഫർനഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. നാം ഇതിൽ നിന്ന് ഒഴിവുള്ളവരാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനൊക്കെ ശക്തൻ. നമ്മുടെ സിസ്റ്റം വേറെ. പക്ഷേ നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്, താഴെ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്. ഒന്ന് പറഞ്ഞേ, ആ വാക്യം ഒന്ന് പറഞ്ഞേ. 17-27. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്. ഒന്ന് പറഞ്ഞേ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്. ഇതാര് പറഞ്ഞ വാക്കാ? യേശു. ഒന്ന് ആവർത്തിച്ചേ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്. നമുക്കത് ആവശ്യമില്ല. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്. കാരണം അവരുടെ ചിന്ത വേറെയാണ്. അവരുടെ ചിന്ത വ്യത്യസ്തമായതാണ്. നാം ദൈവത്തിന്റെ പ്ലാനറ്റിനെ, ഭൂമിയെ സൂക്ഷിക്കുന്നവരാണ്. എപ്പോ ഏത് നിയമത്തിനും നമ്മൾ കീഴടങ്ങും. ആ നിയമം ദൈവത്തിന് അനുസൃതമാണ്. ദൈവത്തിന് അനുസൃതമല്ല എങ്കിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങും. എന്നാൽ കർത്താവിന് ഉചിതമാവുന്നത്. ഇതേപോലെ തന്നെ എപ്പോൾ ദൈവത്തിന് വിരുദ്ധമായ നിയമമാണ്, പാപം ചെയ്യുന്ന ഒരു നിയമമാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ അവിടെ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക, അതിനായി നിലകൊള്ളുക. ഇവിടെ ഇതാ നാം മനസ്സിലാക്കേണ്ട ആ ചിത്രം എന്ന് പറയുന്നത്, ഇതാ തുടർന്നുള്ള സമയത്ത് ഈ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കട്ടെ. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്ത, ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം, ഒരേ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. പക്ഷെ 3 പേര് ചിന്തിക്കുന്നത് 3 രീതിയിലാണ്. നമ്മളെ ആത്മീയർ എന്ന് ആരെങ്കിലും എണ്ണുന്നുവെങ്കിൽ, അവനവനെ ആത്മീയൻ എന്ന് ആരെങ്കിലും എണ്ണുന്നുവെങ്കിൽ, ഇനി ഒരു പ്രാകൃത മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കേണ്ട. അവൻ ആത്മീയമായതൊന്നും മനസ്സിലാക്കിയില്ല. പകരം പ്രിയ മക്കൾ എന്നതുപോലെ ഇതാ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ദൈവത്തിന്റെ ജ്ഞാനത്തിലാണ് ഇനി നാം ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത്. അത് ചിന്തിക്കുക. അത് ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർക്കോതവിസ്റ്റ് എടുക്കാതിരിക്കുന്നതുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ അല്പം ദൈവം തന്നു, അതിൽ വിശ്വസ്തനായിരിക്കും. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ മാർക്കോതവിസ്റ്റ്. അപ്പോ അത് വരും. അതിനുള്ള മോഡലാണ് കർത്താവ് തരുന്നത്. എന്തിനാണ് ഈ മോഡലൊക്കെ തരുന്നത്? ദൈവം നമുക്ക് സന്ദേശം തരികയാണ്. 4-ാമത്തെ, ദൈവം നമുക്ക് സന്ദേശം തരികയാണ്. നമ്മുടെ മുടി നരയ്ക്കുമ്പോൾ എന്താ നമുക്ക് ദൈവം തരുന്ന സന്ദേശം? മോനെ മോളെ, മരണം നിന്നെ കീഴടക്കുക, ബി റെഡി. നമ്മുടെ കണ്ണു മങ്ങുമ്പോൾ ദൈവം എന്താ നമുക്ക് സന്ദേശം തരുന്നേ? മോനെ മോളെ, മരണം നിന്നെ കീഴടക്കുക. ഏകമനുഷ്യ പാപത്തിൽ മരണം ലോകത്തിൽ കടന്നു. അതിന്റെ ഭാഗമായി നീ ശരീരത്തിൽ മരിക്കാം. ഇതാ മരണം നിന്നെ കീഴടക്കുക, ബി റെഡി. അല്ല, നമ്മുടെ തൊഴിൽ ചുണങ്ങുമ്പോൾ എന്താ ദൈവം നമുക്ക് സന്ദേശം തരുന്നേ? മോനെ മോളെ, മരണം നിന്നെ കീഴടക്കുക, ബി റെഡി. ഈ ലോകം ശാശ്വതമല്ല, ബി റെഡി. ഹല്ലേലൂയ. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ, ഇതാ മാർക്കോതവിസ്റ്റിന് തുല്യമായ പല കാര്യം, എല്ലാമല്ല പല കാര്യങ്ങൾ ദൈവം മുമ്പിൽ കാണിച്ചു തരുമ്പോ ഇവിടെ എന്താണ് കാണിക്കുന്നത്? മോനെ മോളെ, ബി റെഡി, ബി റെഡി, ബി റെഡി.
ഇതാ the end time exam നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ബി റെഡി, തയ്യാറായിക്കൊള്ളുക എന്ന സന്ദേശമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇതിലൂടെ തരുവാനായിട്ടിടയാണ്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, എന്റെ കർത്താവേ, ഇനി ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, പകരം ദൈവ ലോക സൃഷ്ടിക്കുമ്പോൾ മുൻ നിയമിച്ചതും ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ആ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവപുത്രന്മാരെ പോലെ, പൗലോസിനെ പോലെ എനിക്കും കൃപ തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാര്യങ്ങളെ കാണണ്ട, രണ്ടാം നിലയിൽ നിന്ന് കാണണ്ട, മൂന്നാം നിലയിൽ നിന്ന് കാര്യങ്ങളെ കാണുമ്പോൾ ഈ മൂന്നും മണ്ഡലവും എന്ത് ചിന്തിക്കുന്നു മനസ്സിലാക്കാൻ ദൈവം കൃപ തരും. ഇത് കൂടുതൽ മനസ്സിലാക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ താഴ്മയുള്ളവരാണ്. കർത്താവോട് പറയാ, കർത്താവേ, എനിക്കൊന്നും അറിയില്ല, അങ്ങ് പറഞ്ഞു തരിക, അങ്ങ് പറഞ്ഞു തരിക. എന്നിട്ട് നേരെ പോയിട്ട് ഫേസ്ബുക്ക് അല്ല ഓൺ ചെയ്യേണ്ട, യൂട്യൂബ് അല്ല ഓൺ ചെയ്യേണ്ട, ദൈവ സന്നിധിയിൽ ദൈവം പറഞ്ഞു തരുന്നത് വരെ ദൈവ സന്നിധിയിൽ നീ മുട്ടുമടക്ക്, ദൈവ സന്നിധി മുട്ടുമടക്ക്. ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ മാറ്റും. ഗ്ലോറി. ഞാൻ ചിന്തിക്കുന്നു, ഒരു ദൈവ പൈതൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുകയാണ്. ഇതാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടാണ്, അവരുടെ പുത്രനോടാണ്. അവിടെ കണ്ടും കേട്ടതുമുള്ളത് നിങ്ങളോട് അറിയിക്കുകയാണ്. അവിടെ ദൈവത്തിൽ നിന്ന് കണ്ടത്, ആ മൂന്നാം നിലയിൽ നിന്ന് കണ്ടത്, മറിഞ്ഞിരിക്കുന്ന ജ്ഞാനം കണ്ടതും കേട്ടതും അത് നമ്മൾ ഭൂമിയിലേക്ക് അറിയിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ പ്രകാശമായി തീരുവാനായിട്ട് ഇടയാണ്. ഇനി ഈ വിഷയവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. തുടർന്നുള്ള സന്ദേശങ്ങളിൽ അതുകൂടി ഉൾപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്നു, അതുകൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ നിന്ന് വിട്ടെങ്കിലേ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റും. പലരും അവിടെ ഇവിടെ കൺഫ്യൂഷനായിട്ട് കിടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. ഇതാ ഈ വാക്യങ്ങൾ ഓരോന്നും നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ധ്യാനിക്കുക. ഇതാ എന്നേക്കാൾ അധികം സമീപസ്ഥനായ, വളരെ വളരെ സമീപസ്ഥനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലെല്ലാം വസിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാൻ പോകുമ്പോഴാണ് കൺഫ്യൂഷൻ ആയി തീർന്നത്. അതുകൊണ്ട് ഹവ്വ കേൾക്കാൻ പോയതുപോലെ അതും ഇതൊന്നും കേൾക്കാൻ പോകാതെ നിങ്ങൾ കേട്ടോളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തെ നിങ്ങൾ ധാരാളമായി കേൾക്കും. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ ധാരാളമായി വായിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തെ കേട്ട് ആത്മാവിൽ നിന്ന് കേൾക്കുന്നവരായി നിങ്ങൾ തീരെ. അങ്ങനെ അകത്തളത്തിൽ നിന്ന് കേട്ട് ദൈവം നമുക്ക് ഒരുക്കിയത്, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരു ഹൃദയം നിരൂപിക്കാത്തത് ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി തരുന്നു. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനുകളും മാറ്റി ദൈവം നിങ്ങളെ അതിവേഗം ആത്മമണ്ഡലത്തിൽ വളരുമാറാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Lord, I love you. ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് കാര്യങ്ങളെ വിവേചിക്കുന്നത്? രത്ന ചുരുക്കമായ കർത്താവ് ഇന്നത്തെ ലോക സാഹചര്യത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഒരു പ്രാകൃത മനുഷ്യൻ ഒന്നിനെ വിവേചിക്കുന്നില്ല, അവനതിന് കഴിയുകയില്ല, അവനത് ഭോഷത്വമാണ്. ദൈവാത്മാവിന്റെ ഉപദേശം അവന് ഭോഷത്വം. ഒരാത്മീകനോ സകലത്തെയും വിവേചിക്കും. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. ഒരാത്മീകൻ ബുദ്ധിതലത്തിലല്ല വിവേചിക്കുന്നത്, ആത്മതലത്തിൽ വിവേചിക്കും. അവന്റെ അപ്പനോട് കൂടെയുള്ള അവന്റെ വാസം ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്ത. അപ്പന്റെ ചിന്ത മാത്രമല്ല, പിശാചിന്റെ ചിന്തയും മനുഷ്യരുടെ ചിന്തയും ഒരേപോലെ കാണുവാൻ അവനെ കഴിവുള്ളതാക്കി മാറ്റി. തുടർന്ന് അവൻ തന്റെ അപ്പന്റെ ചിന്തയിൽ ജീവിക്കുകയും പിശാചിന്റെ ചിന്തയെ ജയിക്കുകയും മനുഷ്യരുടെ ചിന്തയ്ക്ക് ഇടർച്ചയില്ലാതെ ജീവിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് ഇടർച്ച വരുത്താനല്ല അവനെ വെച്ചിരിക്കുന്നത്, ഇടറിക്കിടക്കുന്ന മനുഷ്യരെ ദൈവത്തിങ്കലേക്ക്, പ്രകാശത്തിലേക്ക് അടുപ്പിക്കുവാനാണ് അവനെ വെച്ചത്. ഈ ചെറിയ ജീവിതം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ വിശ്വസ്തരാണോ എന്ന് തെളിഞ്ഞതിന് ശേഷം നമ്മളുടെ യഥാർത്ഥ ജീവിത അസൈൻമെന്റിലേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള പ്രവേശന പരീക്ഷ മാത്രം
അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അന്ത്യകാല പരീക്ഷ. കാരണം അതിൽ ജയിക്കുന്നവരാണ് രാജാക്കന്മാരായി. അതിൽ ജയിക്കണമെങ്കിൽ ബോഡി ലെവൽ പ്രിപ്പറേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ ജയിക്കണമെങ്കിൽ സോൾ ലെവൽ പ്രിപ്പറേഷൻ, ആത്മാവിനാൽ നടത്തപ്പെടുന്നു സോൾ ലെവൽ പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമേ ജയിക്കപ്പെടുവാൻ കഴിയൂ. ബോഡി ലെവൽ പ്രിപ്പറേഷന് ഭക്ഷണമാണ്, ശരീരത്തിന്റെ ഭക്ഷണമാണ് ആവശ്യമെങ്കിൽ സോൾ ലെവൽ പ്രിപ്പറേഷൻ ആവശ്യമായിരിക്കുന്നത് ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നു. ഇംപ്ലാന്റഡ് വേർഡ് ആണ്, ഉൾനട്ട വചനം. അതാണ് ഒരുവനെ ദൈവത്തിന്റെ ജ്ഞാനമുള്ളവനാക്കി മാറ്റുന്നത്. ഭൂമിയിലെ പുസ്തകങ്ങളല്ല, പ്രസംഗങ്ങളല്ല. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഓരോരുത്തരെയും ദൈവപുത്രന്മാരായി, ആത്മീയരായി, വിവേചിക്കുന്നവരായി മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഉയരത്തിൽ നിന്ന് കാര്യങ്ങളെ നോക്കുവാൻ, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അതായത് ഉയരത്തിൽ നിന്ന് നോക്കുവിൻ. ഉയരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കീഴിലുള്ള പൈശാചിക ഗവൺമെന്റിന്റെയും അതിന്റെ കീഴിലുള്ള മാനുഷിക ഗവൺമെന്റിന്റെയും മനുഷ്യന്റെയും ചിന്തകൾ ഒരുമിച്ച് പ്രാപിപ്പാൻ ആ ദൈവപുത്രന് കഴിയും. ഉന്നതനു മീതെ മറ്റൊരു ഉന്നതനും അതിന്റെ മീതെ അത്യുന്നതനും വസിക്കുന്നു. അത്യുന്നതനോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി കാര്യങ്ങളെ അഭിപ്രായം പറയുന്നവനായി തീരാ. പിശാചിന്റെ പ്രവൃത്തികളെ കണ്ട് കാര്യങ്ങളെ അഭിപ്രായം പറയുന്നവനായി, വിശ്വാസ ത്യാഗം സംഭവിക്കുന്നവനായി തീരാ. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട്, ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിലനിന്നുകൊണ്ട്, പിശാചിന്റെ പ്രവൃത്തിയെ തോൽപ്പിച്ചുകൊണ്ട്, മനുഷ്യന്റെ പ്രവൃത്തിക്ക് ഇടർച്ച വരുത്താതെ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരായി ക്രിസ്തുവിനെ പോലെ നമുക്കും ഈ ലോകത്തിന്റെ പ്രകാശമായി അത് പ്രാർത്ഥിക്കാം. സ്വകീയ പിതാവേ, Holy God, തന്ന വചനങ്ങൾക്കായി നന്ദിയോടെ പ്രിയ പിതാവേ, ഈ നാളിൽ അങ്ങയുടെ മക്കൾ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ നടക്കണമെന്ന് അങ്ങ് ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിനായി നന്ദിയോടെ. അപ്പ ഞങ്ങൾക്ക് സ്വയമേ ഒന്നിനും കഴിവില്ല. എന്നാൽ അങ്ങയുടെ ദയയാൽ, അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ ആക്കിയിരുന്നു. ഒരു ശ്വാസം പോലും വലിക്കുവാൻ, ഒരു നന്മ പോലും ചിന്തിപ്പാൻ കഴിവില്ലാത്തവരായി. എന്നാൽ അങ്ങ് ഞങ്ങളെ ആക്കുന്നതിനായി ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ഈ കേട്ട വചനം ഈ ജനത്തിന് ഇടർച്ച വരുത്താൻ, ഒരു പ്രാകൃത മനുഷ്യന് ഇത് മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങളുടെ വചനം പറഞ്ഞു. പ്രിയ പിതാവേ, ആരെങ്കിലും ആ ഒരു തലത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെയും ഒരു ആത്മികന്റെ തലത്തിലേക്ക് കൊണ്ടുവന്ന് സകലത്തെയും വിവേചിക്കുന്നവനായി തീർക്കുവാൻ അവരെ സഹായിക്കും. ഒരു മനുഷ്യന്റെ മഹത്വമല്ല, ക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങയുടെ മഹത്വം പ്രാപിപ്പാൻ, അങ്ങയുടെ മാറോട് ചേരുവാൻ, അങ്ങിൽ ഒന്നായി തീരുവാൻ ഞങ്ങളെ സഹായിക്കും. ഈ വിശ്വസ്തയുടെ പരീക്ഷയിൽ സ്വയമേ ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങ് ഞങ്ങളുടെ കൈക്ക് പിടിച്ചു കൊള്ളണം, അങ്ങ് തന്നെ എഴുതിപ്പിച്ചു കൊള്ളണമെന്ന് അങ്ങ് ഞങ്ങളെ ജയിപ്പിക്കണം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നപ്പ, അങ്ങിൽ ആശ്രയിക്കുന്ന ഈ മക്കളുമായി അങ്ങയുടെ സന്ധിയിലേക്ക് വരും. ഒരു വ്യക്തി പോലും വീണു പോകാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൊടിയ ചെന്നായ എഴുന്നേൽക്കാതെ അങ്ങയുടെ ആത്മാവ് മാത്രം ഞങ്ങളെ നയിക്കും. അങ്ങയുടെ ആക്കണം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഐക്യതയോടെ നിലകൊള്ളുവാൻ അങ്ങയുടെ ആക്കണം.
പ്രിയ നല്ല നാഥ, ജനത്തിന്റെ സംശയം അങ്ങ് തന്നെ തീർത്തു കൊടുക്കുക. അജ്ഞതയിൽ അവർ പരസ്പരം സംസാരിച്ച് അവരുടെ അജ്ഞതയുടെ വലിപ്പം കൂടുവാൻ അനുവദിക്കുക. അങ്ങ് തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ എത്തി. ഇവരുടെ സകല ആവശ്യങ്ങളും കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് യേശുവിന്റെ അടിപ്പെടലാലുള്ള സൗഖ്യം പ്രാപിക്കണം. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കണം. നിങ്ങളുടെ സമാധാനം ഈ മക്കളുടെ ഹൃദയത്തിന്റെ ഉൾത്തളങ്ങളിൽ കൽപ്പിക്കുക. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അങ്ങേക്ക് നൽകിയിരിക്കുക. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരും. എസ്പെഷ്യലി എല്ലാ ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. അവരെ ബലപ്പെടുത്തിയാണ് കർത്താവെ. നല്ല ബലമുള്ള തേക്ക് മരം പോലെ അവർ നിൽക്കപ്പെടും. കർത്താവെ സഹായിച്ചു. എല്ലാ ആടിയുലഞ്ഞ അനുഭവങ്ങളും മാറി ബലമുള്ളവരായി നിൽക്കാം. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി മഹത്വം എല്ലാം അങ്ങ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. താങ്ക് യു. പ്രിയരെ, കർത്താവ് എത്രത്തോളം നമ്മളോട് സംസാരിച്ചു. ആഴമുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത്. നിങ്ങൾ ഇത് വീണ്ടും കേട്ട് ദൈവസന്നിധി ധ്യാനിക്കുക. ദൈവത്തോട് കാര്യങ്ങൾ ഡിസ്കസ് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇടയാകും. നേരത്തെ നമ്മൾ കേട്ടതുപോലെ പരസ്പരം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വളർന്നതിന് ശേഷം അതുവരെ ദൈവത്തോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ബൈബിൾ ഉണ്ട്, ബൈബിൾ തുറക്കുക, ദൈവത്തിൽ വെക്കുക, പ്രാർത്ഥിക്കുക. ദൈവം തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇടയാകും. എന്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ദൈവം നിങ്ങളെ വളർത്തുവാനായിട്ട് ഇടയാകും. താഴ്മ എപ്പോഴും ഉണ്ടാകുക. അവിടെയാണ് ആ ദൈവത്തിന്റെ നീന്തകൾ നമ്മളിലേക്ക് ഒഴുകി വരുവാനായിട്ട് ഇടയാകുന്നത്. ദൈവം സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ.